അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സഹോദരങ്ങളെ, കേരളത്തിലെ വിവിധ വിഭാഗം സമസ്തക്കാർക്കിടയിൽ ഏകദേശം എല്ലാവരും ഒരുപോലെ അംഗീകരിക്കുന്ന ആളാണ് CM മടവൂർ എന്ന വ്യക്തി. യഥാർത്ഥത്തിൽ CM മടവൂർ എന്ന വ്യക്തി ശൈത്താനിയത്ത് ബാധിച്ച് മാനസിക നില തെറ്റി മനോരോഗിയായ ഒരാളാണ് എന്നതാണ് വസ്തുതയെങ്കിലും സമസ്തക്കാരെ സംബന്ധിച്ചിടത്തോളം അയാളെ ഒരു വലിയൻ്റെ സ്ഥാനത്താണ് അവർ കണ്ടത്. അത് പിന്നെ സമസ്തക്കാർ പഠിപ്പിക്കപ്പെട്ട ഒരു വിലായത്ത് വിശ്വാസം അത്തരത്തിലായതുകൊണ്ടാണ്. കേരളത്തിലെ കാലാകാലങ്ങളായുള്ള സമസ്തയുടെ പുരോഹിതന്മാർ അവരുടെ അനുയായികളെ പഠിപ്പിച്ച വിലായത്ത് വിശ്വാസവും സങ്കല്പവും വളരെ വിചിത്രവും വികൃതവുമായ കാര്യങ്ങളാണ് എന്നതാണ് വസ്തുത. അതുകൊണ്ട് തന്നെ സമസ്തയുടെ അനുയായികളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയാവാനുള്ള മിനിമം യോഗ്യത അരപ്പിരി ലൂസുണ്ടായിരിക്കുക, മാനസിക രോഗിയായിരിക്കുക എന്നതാണ്. അക്കാരണം കൊണ്ട് തന്നെ CM മടവൂർ എന്ന മാനസിക നില തെറ്റിയ ഈ വ്യക്തിയെ വലിയായും കുത്തുബായും കുത്തുബുൽ ആലമായും അംഗീകരിക്കാൻ സമസ്തയുടെ അനുയായികൾക്ക് യാതൊരു വൈമനസ്യവും ഉണ്ടായിരുന്നില്ല. എന്നാൽ അക്കൂട്ടത്തിൽ തന്നെയുള്ള സൂക്ഷ്മതയുള്ള പണ്ഡിതന്മാർ ഈ മടവൂരിനെ വിലയിരുത്തിയത് വേറൊരു തരത്തിലാണ്. അതിൽപ്പെട്ട ഒരു വ്യക്തിത്വമായിരുന്നു വലിയ പണ്ഡിതനായിരുന്ന, സമസ്തക്കാർ തന്നെ ബഹറുൽ ഉലൂം, ഉസ്താദുൽ അസാതീദ് എന്നെല്ലാം വിശേഷിപ്പിക്കുന്ന സാക്ഷാൽ കാന്തപുരത്തിൻ്റെ അടക്കം ഉസ്താദായ OK ഉസ്താദ്. എന്തായിരുന്നു മടവൂരിനെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ നിലപാട്? അദ്ദേഹം പറഞ്ഞിരുന്നത്, ഈ മടവൂർ എന്ന വ്യക്തി ഒന്നുകിൽ ഫാസിക്ക് അല്ലെങ്കിൽ മജ്നൂൻ അഥവാ ഭ്രാന്തൻ, രണ്ടായാലും അയാളെ പിൻപറ്റാൻ പറ്റുകയില്ല എന്നതായിരുന്നു OK ഉസ്താദിൻ്റെ നിലപാട് എന്ന് അദ്ദേഹത്തിൻ്റെ ഒരു പേരക്കുട്ടിയായ ഒരു അഹ്സനി തന്നെ ഈ അടുത്ത് സോഷ്യൽ മീഡിയയിൽ കുറിച്ചതാണ്. ഇരിക്കട്ടെ, ഞാൻ വിഷയത്തിലേക്ക് വരാം. അപ്പോൾ സമസ്തയുടെ വിവിധ വിഭാഗം ആളുകൾക്കിടയിൽ മടവൂരിനെ കുറിച്ച് വലിയാണ് എന്ന കാര്യത്തിൽ ഏകദേശം അഭിപ്രായ ഐക്യമുണ്ട്. എന്നാൽ അതിൽ നിന്നെല്ലാം കടന്ന് ഈ മടവൂരിനെ കുറിച്ച് കാന്തപുരം വിഭാഗത്തിലെ പുരോഹിതന്മാർ കാലാകാലങ്ങളായി വിശേഷിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് മടവൂർ കേവലം വലിയല്ല, കുത്തുബാണ്, കുത്തുബുൽ ആലമാണ്, മുദബ്ബിറുൽ ആലമാണ്. മടവൂരറിയാതെ ഇവിടെ ഒരു ഇല പോലും അനങ്ങുകയില്ല. മടവൂരൊന്ന് കണ്ണു ചിമ്മിയാൽ വിമാനം കൂട്ടിമുട്ടും. മടവൂരാണ് അർഷിനെയും കുർസിയിനെയും എല്ലാം താങ്ങി നിർത്തുന്നത്. മടവൂർ ലൗഹുൽ മഹ്ഫൂദ് തിരുത്താൻ കഴിവുള്ള ആളാണ് എന്നിത്യാദി വികൃത വിശ്വാസങ്ങൾ വെച്ചു പുലർത്തുന്നവരാണ് ഇവിടുത്തെ കാന്തപുരം വിഭാഗത്തിലെ ഒട്ടുമിക്ക പണ്ഡിതന്മാരും. എന്നാൽ ലോകം നിയന്ത്രിക്കുന്ന, വിമാനങ്ങൾ നിയന്ത്രിക്കുന്ന, കപ്പലുകൾ നിയന്ത്രിക്കുന്ന, ട്രെയിന് നിയന്ത്രിക്കുന്ന, ലോകത്തിൻ്റെ ഒരു ഇലയനക്കം പോലും നിയന്ത്രിക്കുന്ന, ലോകത്തിൻ്റെ മുക്കിലും മൂലയിലും നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഇമവട്ടാതെ കണ്ടുകൊണ്ടിരിക്കുന്ന ആ മടവൂരിൻ്റെ മക്കാമിലെ ഭണ്ഡാരപ്പെട്ടി കളവ് പോയതാണ് ഏറ്റവും ഒടുവിലത്തെ രസകരമായ വാർത്ത. ആ വാർത്ത ഒന്ന് കാണുക. കോഴിക്കോട് മോഷണക്കേസ് പ്രതി പിടിയിലായി. മടവൂർ CM വലിയുള്ളാഹി മഖാമിൽ നിന്ന് ഭണ്ഡാരം തകർത്ത് പണം മോഷ്ടിച്ച കേസിലെ പ്രതി PK മുഹമ്മദ് ഹനീഫയാണ് ഇപ്പോൾ പിടിയിലായത്. സമീർ സി മുഹമ്മദ് അപ്ഡേറ്റ് ചെയ്യുന്ന ഈ വാർത്ത കോഴിക്കോട് നിന്ന്. സമീർ, ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ് SKN. മലബാറിലെ പ്രമുഖ തീർത്ഥാടന കേന്ദ്രമാണ് മടവൂർ CM വലിയുള്ളാഹി മക്കാം. അവിടെ നിരവധി പേർ എത്തുന്നു. അവിടെ ആ ഭണ്ഡാരത്തിൽ പണം നിക്ഷേപിക്കാറുമുണ്ട്. അങ്ങനെ അവിടെ വന്നുകൊണ്ടിരുന്നവരിൽപ്പെട്ട ഒരാൾ തന്നെയാണ് ഇപ്പോൾ അവിടെ മോഷണം നടത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് മോഷണം നടന്നത്. അതുമായി ബന്ധപ്പെട്ട് ഇതിന്റെ മഖാമിന്റെ ഭാരവാഹികൾ പോലീസിൽ പരാതി നൽകിയിരുന്നു. കുന്നമംഗലം പോലീസാണ് കേസ് അന്വേഷിച്ചിരുന്നത്. അതുമായി ബന്ധപ്പെട്ട് CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു പോലീസിന്റെ അന്വേഷണം. ആ അന്വേഷണത്തിനൊടുവിലാണ് ഇപ്പോൾ കുന്നുംപുറം സ്വദേശിയായിട്ടുള്ള PK മുഹമ്മദ് ഹനീഫയെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഏകദേശം 1 ലക്ഷത്തോളം രൂപയാണ് അവിടുന്ന് മോഷ്ടിച്ചത്. അതുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ പ്രാഥമിക തെളിവെടുപ്പിനിടെ 42,000 രൂപ ഈ പ്രതിയിൽ നിന്ന് കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ബാക്കി തുക കേന്ദ്രീകരിച്ച് പോലീസിന്റെ അന്വേഷണം തുടരുകയാണ്. ഏതായാലും CCTV ആണ് അന്വേഷണ സംഘത്തിന് ഏറെ മുതൽക്കൂട്ടായത്. അത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലൂടെയാണ് മുഹമ്മദ് ഹനീഫയുടെ അറസ്റ്റ് പോലീസിന് രേഖപ്പെടുത്താൻ കഴിഞ്ഞിരിക്കുന്നത്. കള്ളൻ എന്ന് പറഞ്ഞ ഇവനാണ് യഥാർത്ഥ കള്ളൻ. ഉറുമ തൂങ്ങിയവന്റെ അരമ തൂങ്ങി എന്ന് പറഞ്ഞ മാതിരി സമുദായത്തിന്റെ ഈമാനും സമ്പത്തും മൊത്തം മോഷ്ടിക്കുന്ന കള്ളന്മാരാണ് ഈ സമസ്തയുടെ ഒട്ടുമിക്ക പുരോഹിതന്മാരും ഈ ജാറങ്ങളും അവിടെ നടത്തി വെച്ച ഭണ്ഡാരപ്പെട്ടികളും അത് കൈകാര്യം ചെയ്യുന്ന ആൾക്കാരും. ഇവർ സമുദായത്തിന്റെ സമ്പത്തും ഈമാനും കക്കണ 1-ാം നമ്പർ കള്ളന്മാരാണ്. ആ കള്ളന്മാരും കട്ട കള്ളന്മാരുടെ അപ്പോസ്തലൻ, അതാണ് ഈ കള്ളൻ. അപ്പൊ എന്താണ് ശ്രീകണ്ഠൻ നായർ പറഞ്ഞത്? CM വലിയുള്ളാഹി, അങ്ങനെ വലിയുള്ളാഹിയുടെ കബറങ്ങള് അവിടുത്തെ ഭണ്ഡാരപ്പെട്ടി മോഷ്ടിച്ചു. ആര്? മുഹമ്മദ് ഹനീഫ്. ഓടെ സ്ഥിരമായിട്ട് വരുന്ന ആള് കേട്ടോ, ഇവിടെ വന്നുകൊണ്ടിരുന്ന ആള് എന്നാ പറഞ്ഞത്. അങ്ങനെ പണം മോഷ്ടിച്ചപ്പോ ആരാടാ ഈ കടുവയെ പിടിച്ച കിടുവ എന്നാലോചിച്ചിട്ട് എന്ത് ചെയ്തു? ഈ മക്കാം കമ്മിറ്റിക്കാർ നേരെ മടവൂരിനോട് ചോദിക്കാനൊന്നും നിന്നില്ല. കാരണം ഇവർക്കറിയാലോ മടവൂരിനോട് ചോദിച്ചിട്ട് കാര്യമില്ല എന്നുള്ളത്.
ഈ കൗമനെ പറഞ്ഞ് പറ്റിക്കുക എന്നല്ലാതെ. അല്ലെങ്കിൽ അവിടുന്നാണ് വിളിച്ച് ചോദിച്ചാൽ പോരായിരുന്നോ, അല്ല CM വലിയുള്ളോ, നിങ്ങളെ ഭണ്ഡാരപ്പെട്ടിയിലിട്ട പൈസ വേറെ കള്ള അടിച്ചു മാറ്റിയിട്ടുണ്ട്, ഞങ്ങളെപ്പോലത്തെ കള്ളന്മാരെക്കാട്ടും വലിയ കള്ളനാണ് ഇവിടെ വന്നിട്ടുള്ളത്, ഏതാണ് ആ കള്ളം എന്നുള്ളത് മടവൂരിനോടൊന്ന് വിളിച്ച് ചോദിച്ചാൽ പോരായിരുന്നോ? അങ്ങനെ ചോദിച്ചാൽ മടവൂര് മറുപടി തരും എന്നല്ല അവരെ വിശ്വാസം. അതിനൊന്നും നിന്നില്ല. അവർ നേരെ പാഞ്ഞു കുന്നമംഗലം പോലീസ് സ്റ്റേഷനിക്ക്, എന്നിട്ട് പരാതി എടുത്തു. എന്നിട്ടോ ഇവിടെ വലിയ CCTV ഇവിടെ ഉണ്ടായിരുന്നു മടവൂര്. ലോകത്തിന്റെ എല്ലാ മുക്കിലും മൂലയിലും എല്ലാ ആലമിലും എല്ലാ ഗ്രഹങ്ങളിലും നക്ഷത്രങ്ങളിലും അർശിലും കുർശിയിലും എല്ലാം മോട്ടുള്ള CCTV ആണ് ഈ മടവൂര്. അതൊന്നും നോക്കാൻ നിന്നില്ല നിയമപാലകർക്ക് അറിയാലോ അതൊന്നും ഇതൊക്കെ കാട്ടുകള്ളന്മാരാണ് ഈ എടുക്കുന്നതും ഈ പരാതി എന്ന ആൾക്കാരെന്നൊക്കെ. അവർ നേരെ മക്കാമിൽ വെച്ച് CCTV പരിശോധിച്ചത്രേ. അപ്പൊ എന്തിനാണ് നിങ്ങൾ മക്കാമിൽ CCTV വെച്ചത്? മനസ്സിലായില്ല. വലിയ CCTV ഒക്കെ എടുക്കണ്ടല്ലോ. സമുദായമേ ഒന്ന് ചിന്തിച്ചു നോക്കണു. ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും അറിയുന്ന ആളാണ് മടവൂര്. സെക്കൻഡ് ബൈ സെക്കൻഡ് എല്ലാ കാര്യങ്ങളും ആ അറിയുന്ന മടവൂരിനോട് എന്ത് ചോദിച്ചാലും മടവൂർ മറുപടിയും തരും. എന്നിട്ട് ഉമ്മമാർ മക്കാമ കൊണ്ട് CCTV വെച്ചേക്കണം അത്രേ. എന്തൊരു വൈരുദ്ധ്യാണിത്! ഇതുപോലും ചിന്തിക്കാൻ തലച്ചോറില്ലാത്ത കഴിവില്ലാത്ത ഈ കൗമിന് ഇവർക്ക് എന്ത് പറഞ്ഞാണ് പറ്റിച്ചൂടാത്തത്? ഇരിക്കട്ടെ, അങ്ങനെ പോയിട്ട് പോലീസ് അന്വേഷണത്തിൽ ഈ സ്ഥിരം ഭക്തൻ മുഹമ്മദ് ഹനീഫ് ഓനെ പൊക്കി. 1 ലക്ഷം റുപ്യ എത്ര മോഷണം പോയത്? ആ 1 ലക്ഷം റുപ്യ ഏതായാലും 10-60,000 റുപ്യ ഓൻ പുട്ടടിച്ചിട്ടുണ്ട്. കിട്ടിയത് ലാഭം. അപ്പൊ ഈ സമുദായത്തെ വഞ്ചിച്ചും ചൂഷണം ചെയ്തുണ്ടാക്കിയ പൈസ ഉള്ളത് ഇത് ആരെ ഭണ്ഡാരപ്പെട്ടിയതാണ്? തീക്കട്ടയിൽ ഉറുമ്പരിക്കുന്നു എന്ന് പറഞ്ഞ മാതിരി മാലിക്കുൽ മുൽക്കായ മടവൂരിന്റെ, അതാണ് പുതിയ വിവാദം. മടവൂരിനെ കുറിച്ച് പറഞ്ഞത് അള്ളാന്റെ ഒപ്പാണ് മടവൂരിപ്പോ. ഇത് ഓരോ ദിവസവും ഇങ്ങനെ ഇവരെ ഉള്ളിലുള്ള വിഷം ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവസാനം പാടിയ പാട്ടെന്താ? മടവൂരിനെ കുറിച്ച് മാലിക്കുൽ മുൽക്ക് കേട്ടോളി. അലമാകെ പോറ്റിടും അർശിന്റെ നാഥനായിടും മാലിക്കുൽ മുൽക്കായ മുൽക്കേ ശൈഖന മടവൂർ വലി. പാപികൾക്കത്താണിയായി കരുണയായി കാരുണ്യമായി കുല്ലിനും അസ്ലായ നൂറേ ശൈഖന മടവൂർ വലി. രോഗികൾക്കാശ്വാസമേകും അശരണർ കാലംബമായി സിറിനും സിറായ സിറേ ശൈഖന മടവൂർ വലി. ഇതിപ്പോ കുറച്ചു കാലമായിട്ട് രംഗത്തിറങ്ങിയ ഒരു ദജ്ജാല് കുട്ടിയാണിത്. എന്തൊക്കെ തോന്നിയാസങ്ങളും എന്തൊക്കെ കുഫുറാണ് ഇവന്റെ തൊള്ളയിൽ കൂടി ഈ 2-3 മാസത്തിനിടയിൽ വന്നതെന്നറിയോ? എടോ ശൈത്താനെ ചത്തുപോകണ്ടോ, എനിക്ക് ചത്തുപോകുന്നുള്ള ചിന്തല്ല എനിക്ക്. ഇവിടെ തന്നെ അങ്ങനെ പാട്ടും പാടി അർമാദിച്ച് കൂത്താടി ജീവിച്ചാൽ മതിയോടോ എനിക്ക്? ഇജ് ഏതായാലും ചാകാൻ ഒരുങ്ങിയതാണ്. ഇജ നരകത്തേക്ക് സീറ്റ് റിസർവ് ആയതാണ്. ഈ സമുദായത്തിന് എന്തിനാണ് ഈ നരകത്തിലേക്ക് കൊണ്ടുപോണത്? ഇരിക്കട്ടെ. അപ്പൊ എന്താ പാടിയ പാട്ടെന്താണ്? ആലമാകെ പോറ്റിടും അർശിന്റെ നാഥനായിടും മാലിക്കുൽ മുൽക്കായ മുൽക്കേ ശൈഖന മടവൂർ വലിയൻ. ആ ഒരൊറ്റ വരിയിൽ എത്ര കുഫറുണ്ട്! ആലമാകെ പോറ്റിയിടുന്ന ആളാണ് മടവൂര്. അർശിന്റെ നാഥൻ. ആരോടും അർശിന്റെ നാഥൻ? അപ്പൊ മടവൂര് എന്ന് പറഞ്ഞ ഇവിടെ പടച്ചോനാണ്. വെറുതെ അല്ല അപ്പം മടവൂരാരാ എന്ന് ചോദിക്കണോട് നീ പറയേ മടവൂർ ഞങ്ങളെ പടച്ചോനാണെന്നാണ് ഈ ദജ്ജാൽ ആദ്യം പാടിയ പാട്ട്. മനസ്സിലായോ? അപ്പൊ മടവൂരാണ് പോലെ പടച്ചോന്. എന്നിട്ട് അവൻ പറയാണ് പാപ്പികൾക്ക് അത്താണിയാണ്. അത് ശരിയായിരിക്കും. എല്ലാ എരണം കെട്ട മഹാപാപ്പികളും പടുപാപ്പികളും ചടഞ്ഞുകൂടിയിരിക്കുന്ന സ്ഥലമാണ് ഈ മടവൂരിനെ പോലത്തുള്ള ഈ മക്കാമുകള്. മനസ്സിലായോ? സിറും സിറായ സിറ്, എല്ലാ രഹസ്യങ്ങളുടെയും കേന്ദ്രം, രഹസ്യത്തിന്റെ രഹസ്യമാണ്. എന്നിട്ടോ സ്വന്തം കൺമുമ്പിൽ ഈ പൊട്ടന്മാരായ ഭക്തന്മാരിട്ട കാണിക്ക, ഭക്തി ആദരവോടുകൂടി മടവൂരിന്റെ ഭണ്ഡാരപ്പെട്ടിയിൽ ഇട്ട കാണിക്ക വേറെ കള്ളം മോഷ്ടിച്ചിട്ട് ഈ സിറുനും സിറായ സിറായ മാലിക്കുൽ മുൽക്കായ അർശിന്റെ നാഥനായ ഈ മാനസിക രോഗിയായ മടവൂരിനെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. പാഞ്ഞു പോലീസ് സ്റ്റേഷനിക്ക് ഹംകള്. എടോ ഞങ്ങൾ എത്ര കാലമായി പറച്ചിൽ തുടങ്ങിയിട്ട് ഈ മടവൂർ എന്ന് പറഞ്ഞ സാധാരണ ഒരു മനുഷ്യനാണ്. വേണ്ട, സാധാരണ മനുഷ്യന്റെ ക്വാളിറ്റി പോലും ഇല്ലാതിരുന്ന, ഒരു സാധാരണ മനുഷ്യന്റെ ഗുണഗണങ്ങൾ പോലും ഇല്ലാതിരുന്ന, ഒരു തലക്ക് വെളിവില്ലാതായ പോയ ഒരു മാനസിക രോഗി, ശൈത്താൻ ബാധിച്ചൊരു ചങ്ങായാണ്. അയാളെ കുറിച്ച് നിങ്ങൾ ഈ വക പൊടിപ്പും തൊങ്ങലും വെച്ച കഥകള് അപദാനങ്ങൾ പറയല്ലേ പാടല്ലേ എന്ന് എത്ര കാലായി. ഇയാൾ ജീവൻ പോയിന്റെ ശേഷം അന്ന് തുടങ്ങിയ പറച്ചിലല്ലേ ഇവിടുത്തെ സലഫികൾ കേട്ടങ്ങള്? അന്ന് നിങ്ങൾ എന്താ പറഞ്ഞിരുന്നത്? മടവൂര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുതുബുൽ ആലമാണ്, മുദബ്ബിറുൽ ആലമാണ്, കുതുബുൽ അക്താബാണ്, ഔലിയാക്കൾ തീരുമാനിക്കുന്ന ആളാണ്, ആളുകൾ സ്വർഗത്തേക്ക് കൊണ്ടുപോകുന്ന ആളാണ്, ഇഷ്ടങ്ങൾക്കൊക്കെ സ്വർഗം കൊടുക്കുന്ന ആളാണ്, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന ആളാണ്. ഇതല്ലേ നിങ്ങൾ വളമ്പിയിരുന്നത്? അന്ന് ഞങ്ങൾ പറഞ്ഞു അള്ളാന്റെ വലിയാരാണ്, ഇങ്ങനത്തെ മാനസിക രോഗികളല്ല.
നിർബന്ധ കാര്യങ്ങൾ നിസ്കാരം നോമ്പടക്കം ഒഴിവാക്കുന്ന ആളുകൾ അള്ളാന്റെ ഔലിയാക്കളല്ല. ഇയാൾക്ക് ഒന്നിനും കഴിയൂല, ഇയാളൊരു സാധാരണ മനുഷ്യന്റെ നിലവാരം പോലും ഇല്ലാത്ത ആളാണെന്ന് പറഞ്ഞപ്പോ ഓബിക്ക് ഔലിയാക്കളോട് സ്നേഹമില്ലോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ മണ്ടക്കേരി. ഇപ്പൊ സാക്ഷാൽ പേരോട് വരെ പറയുന്നു മടവൂരിനൊന്നിനും കഴിയൂല. കേട്ടോളി. ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല 313 ബദരീങ്ങളെ കാണും വലിയ മഹാനായി കേരളത്തിൽ അതൊരു വലിയുണ്ടായി എന്ന് ബദരീങ്ങളല്ലാത്ത ഒരാള് അങ്ങനെ ചിന്തിച്ചാൽ അത് ഒരു നിലക്ക് പറഞ്ഞാൽ കടുകടുത്ത തെറ്റ് കുഫർ വരാൻ സാധ്യതയുള്ളതാണ്. കാരണം ആർക്കും സംശയമില്ലല്ലോ, ബദരീങ്ങളിൽ ഒന്നാമത്തെ ആള് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ 313 ആൾക്ക് മാത്രം മതിയായ ഒരാള് കേരളത്തിലുണ്ടായി എന്ന് പറഞ്ഞാൽ ആ മഹാന്റെ ജീവിതകാലത്താണെങ്കിൽ അവനെ പിടിച്ചുകൊണ്ടുവന്ന് മഹാനവറുകൾ ചെയ്യേണ്ടത് ചെയ്യുമായിരുന്നു. അപ്പൊ ആ മഹാന്റെ ജീവിതകാലത്താണ് ഈ പാട്ട് പാടിയിരുന്നതെങ്കിൽ മഹാൻ അവർകൾ അവനെ പിടിച്ചുകൊണ്ടുവന്ന് ചെയ്യേണ്ടത് ചെയ്യുമായിരുന്നു. അത് മരിച്ചതിന് ശേഷം കഴിയൂല. എടോ ഇത്രയും കാലങ്ങൾ പറഞ്ഞതെന്താ? ഈ ഔലിയാക്കൾ എന്ന് പറഞ്ഞ ഈ സാധനം ഉണക്കസ്രാവ് ഉണങ്ങിയ മാതിരിയാണ്. ഇത് ഉണങ്ങണതിനനുസരിച്ച് വീര്യം കൂടെ ചെയ്യുക. ഇത് കബറിൽ എത്ര കാലം കിടന്നോ ഇതിങ്ങനെ സുർക്കിയിൽ മുളകിട്ടച്ച മാതിരി ഇങ്ങനെ അങ്ങനെ അതിന്റെ വീര്യം ഇങ്ങനെ കൂടുകയാണ് ചെയ്യുക. കഴിവ് കൂടും, പ്രതികരണശേഷി കൂടും, മറുപടി ഉടനെ കിട്ടും. ജീവിച്ചിരിക്കുന്ന കാലത്ത് പ്രതികരിച്ചതിനേക്കാൾ സ്പീഡിലായിട്ട് മരിച്ചു കഴിഞ്ഞാൽ പ്രതികരിക്കുന്നു പറഞ്ഞ ആൾക്കാർ ഈ പേരോടക്കം കേരളക്കരയിൽ വിളമ്പിയതാ. എന്നിട്ടിപ്പോ പറയാ മഹാനവറുകൾ ജീവിച്ചിരുന്ന കാലത്തായിരുന്നുവെങ്കിൽ ആ പാട്ട് പാടിയവനെ അങ്ങനെ ചെയ്യുമായിരുന്നു, ഇങ്ങനെ ചെയ്യുമായിരുന്നു. എന്താണോ ഇതിന്റെ അർത്ഥം? ഈ മടവൂര് പറഞ്ഞ സാധനം മരിച്ചതിന് ശേഷം അയാൾക്ക് ഒന്നിനും കഴിയൂല എന്നല്ലേ പേരോടി പറഞ്ഞത് അല്ലേ? ഇപ്പൊ എവിടെത്തി? ഞങ്ങൾ പറഞ്ഞു കൊടുത്തെത്തിയില്ല. നിങ്ങള് ഏത് വിഷയത്തിലാ സലഫുകൾ പറഞ്ഞ സ്ഥലത്ത് നിങ്ങൾ എത്താതെ നിന്നിട്ടുള്ളത്? നിങ്ങൾ ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഞങ്ങളെ മണ്ടക്ക് കയറും. എന്നിട്ട് ഞങ്ങളെ കുറിച്ച് പറയും ഇവർ ഔലിയാക്കളെ സ്നേഹമില്ലാത്തോലാണ്, കറാമത്തില്ലാത്തോലാണ്, വിലായത്തില്ലാത്തോലാണ്, മന്ത്രമില്ലാത്തോലാണ്, സ്വലാത്തില്ലാത്തോലാണ്, ദിക്റില്ലാത്തോലാണ്, ദുആ ഇല്ലാത്തോലാണെന്ന് പറയും. എന്നിട്ടോ ഞങ്ങൾ എന്തേ പറഞ്ഞു അവിടേക്ക് നിങ്ങൾ എത്തും. ഇതല്ലേ കേരളത്തിന്റെ ചരിത്രം? സമസ്തയുടെ 1 നൂറ്റാണ്ട് കാലത്തെ ചരിത്രതല്ലേ അല്ലേ? ഇതിനപ്പുറം സലഫികൾ പറഞ്ഞതിനപ്പുറം നിങ്ങൾ നീങ്ങിയിട്ടുണ്ടോ ഏതെങ്കിലും വിഷയത്തിൽ? ഇനി ബാക്കിയുള്ള വിഷയങ്ങളും വരും, എല്ലാ വിഷയങ്ങളിലും വരും. മനസ്സിലായോ? എന്നിട്ട് പേരോട് പറയാ ഭയങ്കര കുഫർ വരാൻ സാധ്യതയുള്ള വാചകാണ് എന്ത്? 313 ബദരീങ്ങൾക്ക് തുല്യമായി പകരമായി മടവൂര് മതി എന്ന പാട്ടുണ്ടല്ലോ. എടോ അതിനെക്കാട്ടും വലിയ തോന്നിയാസല്ലേ നിങ്ങളെ വൈലത്തൂർ തങ്ങൾ പറഞ്ഞത്? ഞാൻ എൻ്റെ കഴിഞ്ഞ 2 വീഡിയോയിൽ ക്ലിപ്പിട്ടുണ്ടല്ലോ. പേരോട് എന്താ കാമാന്ന് ഉണ്ടാത്തത്? ധൈര്യമുണ്ടെങ്കിൽ പ്രതികരിക്കും പേരോട്. എന്താ അവിടെ മാത്രം താങ്കളെ വായിൽ കൊഴുക്കട്ടെ. അപ്പൊ എന്താ നിങ്ങൾക്ക് ഒരു വായു തുന്നിക്കെട്ടിയമാര് മൗനം പാലിക്കല്? ഈ വക ചെത്തല ചെക്കന്മാർ എന്തെങ്കിലും തോന്നിയാസം പറഞ്ഞു കഴിഞ്ഞാൽ അതിനെതിരെ പ്രതികരിക്കാൻ 100 നാവാണ്. ഇരിക്കട്ടെ. അപ്പൊ എന്താ ഇയാൾ പറഞ്ഞത്? മടവൂര് ജീവിച്ചിരിക്കുന്ന കാലത്തായിരുന്നെങ്കിൽ കാണായിരുന്നു. ഇപ്പൊ മരിച്ചതിന് ശേഷം വീരില്ല, എല്ലാ വീരും നഷ്ടപ്പെട്ട് ഇങ്ങനെ അങ്ങനെ ഡമ്യമായിട്ട് ഇങ്ങനെ മറ്റേ ഈജിപ്തിലൊക്കെ കിടക്കുന്നുണ്ടല്ലോ മറ്റേ സാധനങ്ങൾ എന്ന് പറഞ്ഞ മാതിരി ഇങ്ങനെ കെടുക്കാണ്. ഒരു ഗുണം ഒരു മണമില്ലാത്ത സാധനമായി കെടുക്കാണ്. എന്നാൽ ഈ മടവൂരോ കുത്തുബാണ്. കുത്തുബിന്റെ ക്വാളിറ്റി എന്താ? വേറെ സക്കാബി പറട്ടെ. മടവൂർ ശൈഖ് റളിയല്ലാഹു അൻഹു കുത്തുബുൽ ആലം, അവരും കുത്തുബാണ്. കുത്തുബുൽ അഖ്താബ് അവരെ പറ്റിയും പറയാം. അവർക്കൊക്കെ അല്ലേ ലോകം തിരിഞ്ഞത്? ഒരാൾ കുത്തുബാവണമെങ്കിൽ 16 ലോകം തിരിയണം. 16 ലോകം, 15 ലോകമല്ല 16 ലോകം തിരിയണം. ഒരു ലോകം തിരിഞ്ഞാൽ പോരാ. അതായത് ഈ 16 ലോകത്തെപ്പെട്ട ഒരു ലോകം ഏതാണെന്നറിയോ? ഒരു ലോകം ഈ ദുനിയാവും ആഖിറവും എല്ലാം വരാൻ പോകുന്ന ഈ ദുനിയാവും ഇതിന് വരാൻ പോകുന്നൊരു ആഖിറ ഉണ്ടല്ലോ, ഈ ആഖിറം പാടെ കൂടിയാൽ ഒരു ലോകേ ആയിട്ടുള്ളൂ. അപ്പം ഇനി 15 ലോകം ഇതിൻ്റെ ശേഷം വേറെ അറിയാണ്ട് ആ 16 ലോകം അറിഞ്ഞാൽ ആ കുത്തുബാവുള്ളൂ. ഞാൻ കുത്തുബാണ് പറഞ്ഞ് ഇരുന്നാൽ പറ്റൂല. ഞാൻ കുത്തുബാണ് പറഞ്ഞ ഒരാൾ നോട്ടീസ് അടിച്ചു, പോസ്റ്ററൊക്കെ അടിച്ചു, ഞാൻ കുത്തുബുൽ സമാനാണ്, ഞാൻ കുത്തുബുൽ അഖ്താബാണ്. അപ്പം അയാളോട് ചോദിക്കുക എനിക്ക് 16 ലോകത്തെ പറ്റി അറിയോ? 16 ലോകത്തെ പറ്റി അറിയെങ്കിൽ ശരിയാ പറയുന്നത്, അല്ലെങ്കിൽ കുത്തുബാകാൻ പറ്റൂല. കുത്തുബിൻ്റെ കണ്ടീഷനാണത്. അപ്പം നമുക്ക് എന്താ അറിയൂ? അപ്പോൾ ദുനിയാവും ആഖിറോ എല്ലാം പാടെ ഒരു ആലമായിട്ടുള്ളൂ, ലോകമായിട്ടുള്ളൂ. അങ്ങനെ 16 ലോകത്തെ പറ്റി അറിയണം. അവർക്കൊക്കെ അല്ലേ ലോകം തിരിഞ്ഞത്? അവർക്ക് ലോകം തിരിഞ്ഞുള്ളത് ഞാൻ വരാം. പക്ഷെ നിങ്ങളെ രോഗം എന്താന്ന് ഞങ്ങൾക്ക് തിരിഞ്ഞിട്ടുണ്ട്. നിങ്ങളെ രോഗം എന്താന്നുള്ളത് അതിനുള്ള ചികിത്സയാണ് ഇപ്പോൾ ഞങ്ങൾ തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്താ മടവൂരിന്റെ ക്വാളിറ്റി? 16 ലോകം തിരിഞ്ഞ കുത്തുബാണ് മടവൂര്. കുത്തുബ് എന്ന് പറഞ്ഞാൽ 16 ലോകം തിരിയണം. ഏതാ ഒരു ലോകം? നമ്മളിപ്പോൾ ജീവിക്കുന്ന ഈ ഭൂമിയും നക്ഷത്രങ്ങളും ആകാശമണ്ഡലങ്ങളും നക്ഷത്രമണ്ഡലങ്ങളും പരലോകം ഇതൊക്കെ പാടെ കൂടിയതാണ് ഒരു ലോകം. അതുപോലെയുള്ള 16 ലോകം തിരിയണം. അങ്ങനെ തിരിഞ്ഞ ആളാണ് മടവൂര്. മനസ്സിലായോ?
ആ മടവൂരിനോട് 16 ലോകം പോയിട്ട് അയാൾ കെടുക്കണോടത്തിന്റെ 16 അടി അപ്പുറമുള്ള അയാളെ ഭണ്ഡാരപ്പെട്ടിയിലെ പൈസ വേറൊരു കള്ളം വന്ന് കട്ടിട്ട് അയാൾക്ക് തടയാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളെ മടവൂര് എന്ത് ഒലക്കമ്മല കുത്തുപാടും. നിങ്ങളെ മടവൂര് എന്ത് വലിയ, നിങ്ങളെ സങ്കല്പത്തിലുള്ള വലിയാണോ മടവൂര് തന്നെ? ഇനി 16 ലോകം തിരിയുന്ന കുത്തുബിന്റെ ക്വാളിറ്റി കഴിഞ്ഞിട്ടില്ല. ഇവൻ തന്നെ പറയട്ടെ, ഈ ഹംക്ക് സക്കാഫി തന്നെ പറയട്ടെ മടവൂരിന്റെ വേറൊരു കഴിവ്. ലൗഹുൽ മഹ്ഫൂദ് വായിക്കാൻ പറ്റിയ ദൂരദർശിനി പലരുടെയും അടുത്തുണ്ട്, നാസയുടെ അടുത്തില്ല. നാസ ഇതുവരെ അത് കണ്ടുപിടിച്ചിട്ടില്ല. പക്ഷേ ഒരിക്കലും അള്ളാഹു നൽകിയ ആഫിയത്ത്, ആരോഗ്യം, മാനസികവും ശാരീരികവുമായ ബുദ്ധിപരവുമായ ആരോഗ്യം ഒരിക്കലും നശിപ്പിക്കാത്ത, നാസാക്കാത്ത ഒരു വിഭാഗമാണ് അള്ളാഹുവിൻ്റെ ആരിഫ്യങ്ങളായ ഔലിയാ. അവർ നേടിയെടുത്തു ലൗഹുൽ മഹ്ഫൂദ് കാണാനുള്ള ദൂരദർശിനി അവർ നേടിയെടുത്തു, അവർ റീഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ലൗഹുൽ മഹ്ഫൂദിലുള്ള എഴുതിയതൊക്കെ വായിക്കാനുള്ള ദൂരദർശിനി ഉണ്ടല്ലോ, അത് നാസന്റെ കയ്യിലില്ല, പിന്നെ ഈ കൂസന്റെ കയ്യിലുണ്ട്. ഈ കൂസന്മാരുണ്ടല്ലോ വലിയ ഔലിയാക്കള്, ഇതുപോലത്തെ കൂസന്മാരെ കയ്യിലുണ്ട് ലൗഹുൽ മഹ്ഫൂദ് വായിക്കാനുള്ള ആ ദൂരദർശിനി. അതിന് ക്വാളിറ്റി ഉള്ള, അതിന് പറ്റിയ ഒരാളാണ് മടവൂര്. ലൗഹുൽ മഹ്ഫൂദ് പോണ്ട കണ്ണു മുമ്പിൽ നടക്കുന്ന ഈ ഭണ്ഡാരപ്പെട്ടിയിൽ ഈ പൈസ കട്ടിട്ട് അത് തടയാനോ കാണാനോ കഴിവില്ലാത്ത മടവൂരിനെ കുറിച്ചാണ് ഇവന്മാർ ഈ ചലച്ചുകൊണ്ടിരിക്കുന്നത്, ഈ വളമ്പിക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലായ നിങ്ങൾക്ക്? എന്തൊക്കെ ആയിരുന്നു നിങ്ങൾ ഉണ്ടാക്കിയ പുകില്? എന്തായിരുന്നു ഈ മടവൂരിനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞിരുന്നത്? മടവൂര് അറിയാതെ അവരുടെ ഇല പോലും അനങ്ങൂലാൻ അല്ലേ നിങ്ങൾ വിളമ്പിയതല്ലത്? കേട്ടോളി. വന്യരായ ശൈഖുന ഖുത്ബുൽ ആലം ശൈഖ് മടവൂർ ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് എത്ര വാചകങ്ങൾ ശൈഖുന ആ രൂപത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഈ ലോകം മുഴുവനും നിയന്ത്രിക്കുന്ന ആളാണ് ഞാൻ എന്നത് ബോധ്യപ്പെടുത്തിക്കൊണ്ട് പലരോടും പലതും ശൈഖുന പറഞ്ഞില്ലേ. അതിൽപ്പെട്ടതാണ് ഷെയ്ഖുനായുടെ അടുത്തൊരു മുഹബ്ബിനോട് പലരോടും പറഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോ ഓരോരുത്തരെ ഉദ്ധരിക്കുന്നത് നമ്മളോട് പറഞ്ഞവർ എന്ന നിലയിലാണ്. ഷെയ്ഖുനായുടെ അടുക്കൽ നിരന്തരം വന്നുകൊണ്ടിരുന്ന മുഹബ്ബിനോട് ഷെയ്ഖുന പറയാം, നോക്കൂ ഞാൻ ആരാണെന്നറിയുമോ? ഞാൻ അറിയാതെ ഇവിടെ ഒരു ഇല പോലും അനങ്ങുന്നില്ല കേട്ടോ. അതാണ്, ഇവിടെ ഒരു ഇല അനങ്ങണമെങ്കിൽ അവരറിയണം. ആ രൂപത്തിൽ ഈ പ്രത്യക്ഷ ലോകത്ത് തന്നെ അവർക്കുള്ള തസറുഫ് തന്നെയാണ് മഹാന്മാർ പലപ്പോഴും ആവർത്തിച്ചു പറഞ്ഞിട്ടുള്ളത്. ഇലയനക്കങ്ങൾ അവരറിയും. ഇതൊക്കെ ഏതാ സാധനങ്ങൾ എന്നറിയോ? ഇതൊക്കെ ഏതെങ്കിലും 7-ാം കൂലി മൊല്ലല്ല. ഈ കാന്തപുരം അബൂബക്കർ മുസ്ലിയാര് അയാൾ വെള്ളവും വളവും ഇട്ട് പോറ്റി വളർത്തിയ സക്കാഫി കൂട്ടങ്ങളാണെന്നൊക്കെ. ബനു സക്കാഫിയ എന്താ പറഞ്ഞത്? ഒരു ഇല പോലും അനങ്ങൂല മടവൂര് അറിയാതെ. ലോകത്തിന്റെ മുക്കിലും മൂലയിലുള്ള ആമസോൺ കാടുകളിലുള്ള ആ കൂറ്റാക്കൂരിട്ടിലുള്ള ആ കൊടുംവനത്തിലുള്ള ഒരു ചെടിയുടെ ഇല പോലും അനങ്ങണമെങ്കിൽ അത് മടവൂര് അറിയാതെ അനങ്ങൂല. എന്നിട്ട് കൺമുമ്പിൽ നടക്കുന്ന ഭണ്ഡാരപ്പെട്ടിയിലെ മോഷണം ആ ചെങ്ങായി അറിഞ്ഞതുമില്ല. അതിന് കമ്മിറ്റിക്കാർ പോലീസ് സ്റ്റേഷനിൽ പോകേണ്ടി വന്നോ? CCTV പരിശോധിക്കേണ്ടി വന്നോ കള്ളനെ കിട്ടാന്? എന്നിട്ട് മുഴുവൻ പൈസ കിട്ടിയിട്ടില്ല, പൗതി പുട്ടടിച്ചും ചെയ്തു. ഈ മടവൂരിനെ കുറിച്ചാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ ഇത്തരം ചില സംഭവങ്ങൾ ഇവരടിയിൽ ഇങ്ങനെ വരും. ഓരോ മോഷണങ്ങളും ഔലിയാക്കള് അറിഞ്ഞിട്ടും എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല, എന്തുകൊണ്ട് ഇടപെടുന്നില്ല എന്നുള്ള പല സന്ദർഭങ്ങളിലും പല ചോദ്യങ്ങളും വരുമ്പോൾ ഇവർക്കൊരു സമർത്ഥമായ ഒഴിഞ്ഞു മാറലുണ്ട്. ഇപ്പൊ മടവൂരിനെ നിയന്ത്രണമൊന്നുമില്ല. കേട്ടോളി. മടവൂർ തങ്ങള് ഇപ്പോ കുത്തുബുല്ലാലെന്ന് പേര് പറയുമെങ്കിലും ഇപ്പൊ അവരല്ലല്ലോ കുത്തുബുല്ലാലം. മരിച്ചതിന്റെ ശേഷം അവർ മരിച്ചു കഴിഞ്ഞു. മരിച്ചതിന്റെ ശേഷം അവർക്ക് ഇങ്ങനെ ഈ കുത്തുബിനിക്കുള്ള നിയന്ത്രണം ഇല്ല. കുത്തുബിന്റെ നിയന്ത്രണം ഫുള്ളുള്ള നിയന്ത്രണമാണ്. ആ നിയന്ത്രണം മടവൂരിനില്ല. ഒരു വലിയ കഴിഞ്ഞു പോയ ഒരു കുത്തുബിനിക്കും അങ്ങനെയുള്ള നിയന്ത്രണം ഇല്ല. എന്താണ് ഇപ്പൊ നീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? മടവൂർ തങ്ങൾ കുത്തുബുല്ലാലെന്ന് പറയെങ്കിലും ഇപ്പൊ അവരല്ലല്ലോ കുത്തുബ്. പിന്നെ ആരാ പജാ കുത്തുബ്? അത് അന്റെ റേഷൻ കാർഡിൽ കുത്തുബിന്റെ പേര് വല്ലതും ഉണ്ടോ? അന്റെ വീട്ടിലുള്ള ആരെങ്കിലും ആണോ? അന്റെ വാപ്പേ അല്ലെങ്കിൽ അന്റെ അനിയന്മാരോ ജ്യേഷ്ഠന്മാരോ അങ്ങനെ ആരെങ്കിലും ആണോ? അത് അന്റെ വലിയ തല തൊട്ടൊപ്പം കാന്തപുരം അബൂബക്കർ പോയില്ലാര് അച്ചങ്ങായിയാണോ അപ്പൊ കുത്തുബ്? ഓരോ കാലഘട്ടത്തിലും ഒരു കുത്തുബുണ്ട് നമ്മളെ വാദം. കുത്തുബില്ലാത്തൊരു കാലഘട്ടം ഉണ്ടാവില്ല. എന്നപ്പ ആരാടോ കുത്തുബ് എന്ന് പറയാം. എന്നപ്പ ആ കുത്തുബിന്റെ മുട്ട് തൂങ്ങിയാൽ മതിയല്ലോ. ആരാടോ ഇപ്പത്തെ കുത്തുബ്? അപ്പൊ മടവൂർ തങ്ങൾ മുൻ കുത്തുബുൽ ആലം, എക്സ് കുത്തുബുൽ ആലം. എക്സ് കുത്തുബുൽ ആലാണെങ്കിലും ഒരു ചെറിയ അധികാരികൾക്ക് വേണ്ടടോ. ഒരു MLA വേണ്ട, ഒരു പഞ്ചായത്ത് പ്രസിഡന്റ്, XMP, എക്സ് പഞ്ചായത്ത് പ്രസിഡന്റ്, XMLA ഒക്കെ ആണെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു കാര്യത്തിൽ നിന്ന് കഴിഞ്ഞാൽ ആരാത്? മുൻ MLA ആളാണ് ഞാൻ എന്ന് പറഞ്ഞാൽ ചെറിയൊരു നിലമ്പലി ഉണ്ടാവും. മനസ്സിലായോ? ആ ഒരു നിലമ്പലിയും പോലും നിങ്ങളെ കുത്തുബുൽ ആലത്തിനില്ല എന്നല്ലോ ഈ പറഞ്ഞതിന്റെ അർത്ഥം. എന്തിനാണോ പറ്റുക നിങ്ങളെ കുത്തുബുൽ ആലത്തിന്? എന്തിനാ പറ്റുക?
പോത്താൾ ചവച്ചു തുപ്പിയ വൈക്കോൽ ചണ്ടിന്റെ വില ഉണ്ടോ നിങ്ങളെ കുത്തുബുലാലത്തിന്റെ സമൂഹത്തിൽ? ഇപ്പൊ കുത്തുബുലാലത്തിന്റെ തസറഫും അധികാരമൊന്നും ഇല്ലത്രേ. എന്തിനാണോ പിന്നെ നിങ്ങൾ മടവൂരിന്റെ പോരിശം താങ്ങി നടക്കണത്, വളമ്പി നടക്കണത് എന്തിനാണ്? ഇതിന് നേരെ തിരിച്ചു വരും, മടവൂർ തങ്ങൾ തന്നെയാണ് ഇപ്പോഴും എല്ലാം നിയന്ത്രിക്കുന്നത്. അതിപ്പം തന്നെ പറഞ്ഞിട്ടുണ്ട്, വേറെ അതിൻ്റെ കളിപ്പുണ്ട്. അപ്പൊ യുവന്മാരൊക്കെ ഞാൻ ആവർത്തിച്ച് ചോദിക്കുകയാണ്, എന്തടിച്ച് കയറ്റിയിട്ട് അവന്മാർ പ്രസംഗിച്ചു കൊണ്ടിരിക്കണത്? എന്ത് കുത്തിക്കയറ്റിട്ടായി പ്രസംഗിച്ചു കൊണ്ടിരിക്കണത്? എന്താ അവന്മാർ മോന്തൽ സ്റ്റേജ് കയറുന്നതിന് മുമ്പ്? പണ്ടത്തെ കാലത്ത് മൂല്യന്മാർ ബയലാറാൻ പോകുമ്പോൾ ഒരു ഫ്ലാസ്കിൽ ചുക്കാപ്പി കയറ്റി അത്രേ. എന്നിട്ട് ഇടക്കിടക്ക് ഇങ്ങനെ തൊണ്ട വരളാതിരിക്കാനും സൗണ്ട് പോകാതിരിക്കാനും അതിന് പകരം പോലും വേറെ വല്ല പട്ടച്ചാരയും അടിച്ചിട്ടാണോ ഇപ്പൊ വലിയ പ്രസംഗിക്കല് തന്നെ? എന്താ നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കണത്? ഇപ്പൊ മടവൂരിന് യാതൊരു അധികാരമില്ല. അങ്ങനെ അധികാരമില്ലെങ്കിൽ, കുത്തുബുലാലത്തിന്റെ പവർ ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഈ പ്രസംഗത്തിൽ കുത്തുബുൽ ആലം ശൈഖുന മടവൂർ എന്ന് പറയാൻ നിൽക്കണോ? എക്സ് കുത്തുബുല്ലാൽ എന്ന് പറഞ്ഞാൽ പോരെ? മുൻ കുത്തുബുല്ലാൽ എന്ന് പറഞ്ഞാൽ പോരെ? നിങ്ങൾക്ക് ഇതൊക്കെ ചോദിച്ചതിന് ശേഷം തന്നെ ചോദിക്കുകയാണ്, മടവൂരിനെ കുറിച്ച് കുത്തുബുല്ലാൽ എന്ന് പറഞ്ഞാൽ മാനടിഞ്ഞു മുഖം കേട്ടോളി. വെറുതെ ഔലിയാവിനെ പറ്റി ഇകയറ്റി പറഞ്ഞ് അവരെ കുരുത്തക്കേട് വാങ്ങരുത്. ഇനി നിങ്ങൾക്കത് വിശ്വാസമില്ലെങ്കിൽ നിങ്ങളത് മനസ്സിൽ കൊണ്ടിടുന്നോളൂ. ഒരു വലിയനെ വിശ്വസിക്കാൻ നിർബന്ധമൊന്നുമില്ല. പക്ഷെ എന്തിനാണ് ഫിത്ന ഉണ്ടാക്കുന്നത്? അത് മടവൂർ ശൈഖ് റളിയല്ലാഹു തആല വലിയാണെന്ന് പറയുന്ന ആളുകൾ തന്നെ ഒരു വലിയനെ പറ്റി മരിച്ചുപോയ വലിയ മടവൂർ ശൈഖ് റളിയല്ലാഹു അൻഹു ഖുതുബുൽ ആലമാണെന്ന് വിശ്വസിച്ചതുകൊണ്ട് മാനം പൊളിഞ്ഞാടാനുണ്ട്. എന്താ സംഭവിക്കാൻ? മരിച്ചുപോയില്ലേ, അവർക്ക് സ്ഥാനം വെച്ചു കൊടുത്തിട്ടല്ലേ ഉള്ളൂ. അപ്പൊ മരിച്ചുപോയ മടവൂരിനെ കുറിച്ച് കുത്തുബുല്ലാലെന്ന് അങ്ങനെയാണ് വിളിച്ചു വെച്ചിട്ട് എന്താ സംഭവിക്കാന്? മാനടിഞ്ഞു മുഖമെന്ന്. നിങ്ങളെ മാനിടിക്കണ പണിയാണ് ഞങ്ങൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇജ്ജലോട് പറഞ്ഞത് മടവൂർ ഇപ്പൊ കുത്തുബുല്ലാലമല്ല, എക്സ് കുത്തുബുല്ലാലമാണെന്നുള്ളത്. എക്സ് കുത്തുബുല്ലാലത്തിനെ കുറിച്ച് ആരെങ്കിലും കുത്തുബുല്ലാലെന്ന് പറയോ? ഇപ്പൊ ഒരാൾ MLA, അയാൾ കഴിഞ്ഞ ടൈമിൽ MLA ആയിരുന്നു, ഇപ്പൊ അയാൾ തോറ്റു, ഇപ്പൊ മത്സരിച്ചില്ല, അയാളെ വണ്ടിന്റെ മുകളിൽ MLA എന്ന് ബോർഡ് വെക്കാൻ പറ്റുമോ? ഒരു പോലീസുകാരൻ SI ആയിട്ട് റിട്ടയർഡ് ചെയ്തു, അല്ലെങ്കിൽ സർക്കിളായിട്ട് റിട്ടയർഡ് ചെയ്തു, പിന്നെ അയാൾ പോകുന്ന വണ്ടിമേലൊക്കെ സബ് ഇൻസ്പെക്ടർ, സർക്കിൾ ഇൻസ്പെക്ടർ അങ്ങനെ ബോർഡ് വെക്കാൻ പറ്റുമോ? ഇതൊരു ഭൗതിക നിയമല്ലേ? അപ്പൊ നിങ്ങളെ കുത്തുബുലാലത്തിന്റെ ചാർജ് കഴിഞ്ഞു, അയാൾ ഇപ്പൊ കുത്തുബുലാലമല്ല, മുൻ കുത്തുബുലാലമാന്ന് പറയാ, നിർബന്ധന പറയാ. മടവൂരിനെ കുറിച്ച് കുത്തുബുലാലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പ്രശ്നം? മാനടിഞ്ഞു പോകുമെന്ന്. എന്നിട്ട് അവൻ്റെ ഭീഷണിയും, വെറുതെ ഔലിയാക്കളെ ഇകയറ്റി പറഞ്ഞിട്ട് കുരുത്തക്കേട് വാങ്ങാൻ നിൽക്കണ്ടാന്ന്. ഔലിയാക്കളെ ഇകയറ്റി പറയാൻ പാടില്ല, ഔലിയാക്കളെ എന്നല്ല ഒരു വിശ്വാസം ഇകയറ്റി പറയാൻ പാടില്ല. പക്ഷെ നിങ്ങൾ ഈ ഔലിയാക്കൾ എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുന്ന ഈ കിറുക്കന്മാരുണ്ടല്ലോ, അരക്കിറുക്കും മുഴുക്കിറുക്കുള്ള നിങ്ങളെ ഈ പിരാന്തന്മാരുണ്ടല്ലോ, അതല്ല ഇപ്പൊ നിങ്ങൾ ഔലിയാക്കള്, അവരെ ഇകയറ്റുക തന്നെ ചെയ്യും. അവരാരാന്ന് സമൂഹത്തിന്റെ മുമ്പിൽ തുറന്നു കാണിക്കുക തന്നെ ചെയ്യും. അതിന്റെ പ്രകമ്പനും പൊട്ടിത്തെറികളൊപ്പം നിങ്ങളെ സംഘടന നടന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ഇകയറ്റി കാണിച്ചുകൊണ്ടുള്ള സമൂഹത്തിന് കാര്യം തിരിഞ്ഞു. നിങ്ങളെ മുമ്പിലിരിക്കണ ഈ തലീകെട്ടേരും മല്ലന്മാരുണ്ടല്ലോ, അവർക്കല്ലാത്ത പൊതുസമൂഹത്തിന് കാര്യങ്ങൾ മനസ്സിലായിക്കൊണ്ടിരിക്കണേ. നിങ്ങളെ ഈ വൈരുദ്ധ്യങ്ങളും വിരോധാഭാസങ്ങളും നിങ്ങളെ ഈ വികൃത വിശ്വാസങ്ങളും സമൂഹത്തിന് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കണേ. മനസ്സിലായി നിങ്ങൾക്ക്? ഇപ്പൊ എന്നിട്ട് ഇപ്പന്മാർക്ക് ഉത്തരല്ല. മടവൂരിന്റെ ഭണ്ഡാരപ്പെട്ടിന്ന് പൈസ കൊണ്ട് കളവ് പോയപ്പോഴേ, ഇത് ആദ്യത്തെ സംഭവം എന്നല്ല, പല ചാറത്തിലും ഭണ്ഡാരപ്പെട്ടിന്ന് പൈസ പോകലുണ്ട്. ചിലപ്പോ പല ചാറത്തിലും കമ്മിറ്റിക്കാരനെ പുട്ടടിക്കണമായിരിക്കും. പറയാൻ പറ്റില്ല. ഇവന്മാർ ഇതൊക്കെ അങ്ങനെ ഒരു കാട്ടുകള്ളന്മാരെ കൂട്ടുകൃഷിയാണത്. ഈ ജാറുമായി ബന്ധപ്പെട്ട എല്ലാ പരിപാടി ഉറൂസും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറെ കാട്ടുകള്ളന്മാരുടെ കൂട്ടുകൃഷി. ഇവന്മാർ ഔലിയാക്കളെ പോലീസ് എങ്ങനെ പറയും? ഔലിയാക്കൾ അറിയാതെ ഇവിടെ ഒന്നും നടക്കൂല, ഔലിയാക്കൾ കണ്ണടച്ച വിമാനം കൂട്ടുമുട്ടും, ഔലിയാക്കൾ അറിയാതെ ഇല പോലും അനങ്ങൂല, ഔലിയാക്കളൊന്നും മുണ്ടിയാൽ മതി, നോക്കിയാൽ മതി, ഏത് രോഗവും പമ്പ കടക്കും എന്നൊക്കെ പറയും. എന്നാലോ ഇവന്മാർക്ക് രോഗം വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഹോസ്പിറ്റല്, ഇവന്മാർക്ക് ഒരു വയറിളക്കം വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഹോസ്പിറ്റല്, ഇവന്മാരെ കെട്ടിയോളുമാരുടെ മെൻസസ് തെറ്റിക്കഴിഞ്ഞാൽ അപ്പൊ വിലാസിനി ഡോക്ടറെ ഗൈനക്കോളജിന് മുമ്പിൽ പോയി ക്യൂ നിൽക്കും. ഇതൊക്കെ ഇവന്മാർ ചെയ്യും. ഇനി കാന്തപുര അബൂബക്കർ മൊയ്ലിയാർ, സാക്ഷാൽ കാന്തപുര അബൂബക്കർ മൊയ്ലിയാരനെ ഏതോ ഒരു ചങ്ങായിന് എന്തോ ഒരു മോഷണം പോയിട്ട് ഒരു സ്റ്റേജ് വന്ന് പൊലമ്പുന്ന് കേട്ടോളി നിങ്ങള്. പട്ടൂർ വീട്ടിൽ നിന്ന് ആരോ കട്ട് കൊണ്ടുപോയി പറഞ്ഞാൽ അത് അറിയുന്ന ആള് തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ കട്ടുകൊണ്ടുപോകില്ല. ആകെയുള്ള ജീവിതത്തിൽ ആകെയുള്ള സമ്പാദ്യ അത് കട്ടുകൊണ്ടുപോയി. അത് വേഗം തിരിച്ചു കിട്ടണം. അള്ളാഹു താലാക്ക് അതൊക്കെ എളുപ്പമാണല്ലോ, അള്ളാഹ്ക്ക് എളുപ്പമാണ്. അള്ളാഹു താല ആ ആളെ നമുക്ക് അറിയിച്ചിട്ടെ, സാധനം പിന്നെയും വാങ്ങാം, അയാളെ നമ്മൾ അറിയിച്ചിട്ടെ. അള്ളാഹു താല വളർത്താൻ ജീവിതത്തിലൊട്ടാകുള്ള സമ്പാദ്യം കുടുംബത്തിലും ഭാര്യയും മക്കളും എല്ലാം ഉണ്ടാക്കി ആകെ സമ്പാദ്യമാണ്.
ആ കട്ട് കൊണ്ടുപോയത്. അത് മടക്കി കിട്ടണം. അല്ലാഹു തആല അങ്ങനത്തെ സർവ്വനെ തൊട്ട് രക്ഷപ്പെടുത്തട്ടെ. അതുപോലെ ഇവിടെ വേണം ബുറുദ ചൊല്ലണ സമദ് അമ്മാനി ഇപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞു, സുഖമായി ആണ് എന്ന് പറയുന്നു. അള്ളാഹു അദ്ദേഹത്തിന് പൂർണ്ണ സുഖം കൊടുക്കട്ടെ. കേരള മുസ്ലിങ്ങളുടെ ഫിത്രന്റെ ഹെഡ് ഓഫീസാണ് ഇയാള്. എന്താ ഇയാൾ പറഞ്ഞ് നമ്മളെ പട്ടുവം ഉസ്താദിന്റെ വീട്ടിലെ കാര്യപ്പെട്ട മുതൽ എന്തൊക്കെ മോഷണം പോയിട്ടുണ്ട് എന്ന് ആരോടൊന്ന് ഓർമ്മിപ്പിച്ചു കൊടുത്താണ്. അപ്പൊ ഇയാൾ പറയണ എത്രയും വേഗം അത് തിരിച്ചു കിട്ടട്ടെ, അത് അറിയണ ആളെന്നായിരിക്കും കട്ടുകൊണ്ടുണ്ടാവുക എന്ന്. അത് നിങ്ങൾക്ക് അറിയില്ലേ? ഇയാൾക്കറിയില്ല, ഇയാൾ വലിയല്ലേ. ഞാൻ വരുന്നുണ്ട്, അടുത്ത ക്ലിപ്പ് കേട്ടോളിയും. അപ്പൊ ഇയാൾ എന്താ പറഞ്ഞത്? അത് വേഗം തിരിച്ചു കിട്ടട്ടെ, കാരണം അള്ളാഹ്ക്ക് അതൊക്കെ തിരിച്ചു കൊടുക്കാനൊക്കെ എളുപ്പമാണല്ലോ. എടോ, അതിനെക്കാട്ടി എളുപ്പമല്ലേ നിങ്ങൾ ഔലിയാക്കൾക്ക്? നിങ്ങൾ പറഞ്ഞിട്ടുള്ളതല്ലേ, അള്ളാഹിനോട് ചോദിച്ചാൽ പെട്ടെന്നും കിട്ടൂല, ഔലിയാക്കളോട് ചോദിച്ചാൽ സഡൻലി ഉത്തരം കിട്ടും അല്ലേ? അള്ളാഹിനോട് ചോദിച്ചാൽ ചിലപ്പോൾ രോഗം മാറൂല, ഔലിയാക്കളോട് ചോദിച്ചാൽ പെട്ടെന്ന് മാറും. ഒരു ചങ്ങായി മടവൂരിനോട് അയാളെ വായിലെ ക്യാൻസറിന്റെ അസുഖം ഒന്ന് പറഞ്ഞ് വായ അങ്ങനെ പിഴുത്തു നാറി നിൽക്കുകയാണ്. അത് അള്ളാഹു സുഖപ്പെടുത്തട്ടെ എന്ന് പറഞ്ഞു. ആ അസുഖം മാറിയില്ല. മടവൂർ പറഞ്ഞു ഞാൻ സുഖപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ആ അസുഖം പെട്ടെന്ന് മാറി. ഇതൊക്കെ നിങ്ങളിവിടെ പൊലമ്പിയതല്ലേ? അപ്പൊ അള്ളാഹിനെ കാട്ടി കഴിവുള്ള ആൾക്കാർ നിങ്ങളെ കാഴ്ചപ്പാടിൽ നിങ്ങൾ ഔലിയാക്കളെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അള്ളാഹു പെട്ടെന്ന് തിരിച്ചു കൊടുക്കട്ടെ എന്ന് പറയേണ്ട വല്ല കാര്യമുണ്ടോ? നിങ്ങൾ എന്തിനോടൊക്കെ അള്ളാഹിനെ വരമേൽപ്പിക്കാൻ നിൽക്കുന്നത്? അള്ളാഹിനെ വരമേൽപ്പിക്കുന്ന ആൾക്കാരുടെ പേരല്ലേ സലഫികള്? നിങ്ങൾ അതും പറഞ്ഞിട്ടില്ലേ ഞങ്ങളെ കളിയാക്കല്? നിങ്ങൾക്ക് ഉണ്ട് നിങ്ങൾ അള്ളാഹിന്റെ ആൾക്കാർ, ഇതല്ലേ ഞങ്ങളെ പറഞ്ഞ് കളിയാക്കല്? നിങ്ങൾ ഈ ആക്ഷേപത്തിലുള്ള കാലം കുറെ നിങ്ങൾ സലഫികൾക്കെതിരെ ഉന്നയിച്ചിട്ടുള്ളത് അല്ലേ? എന്നിട്ടിപ്പോ കാന്തപുരത്തിനെ കൊണ്ടും കഴിയൂല, ഔലിയാക്കളെ കൊണ്ടും കഴിയൂല, മടവൂരിനെ കൊണ്ടും കഴിയൂല. കുറെ ഔലിയാക്കൾ വരെ കൂട്ടത്തിലുണ്ട്. ഔലിയാക്കളെ കൊണ്ട് തട്ടിമുട്ടി നടക്കാൻ വയ്യ. കാരണം ഔലിയാക്കൾ പറഞ്ഞാൽ പാരമ്പര്യമായിട്ട് കിട്ടുന്ന സാധനമുള്ള പല കൂട്ടത്തില്. വല്യാപ്പ ഔലിയ, ബാപ്പ ഔലിയ, ഞാൻ ഔലിയ, എൻ്റെ മോൻ ഔലിയ, എൻ്റെ മരോൻ ഔലിയ, കെട്ടിയോൾ ഔലിയ, കുട്ടികളെ ഔലിയ, ഒക്കെ ഔലിയാക്കളെ കുടുംബമാണ്. ഔലിയാക്കളെ പേരിലുള്ള റേഷൻ കാർഡിനെ വിൽക്കുന്നുണ്ടാവും, BPL കാർഡ് എന്നൊക്കെ പറഞ്ഞ മാതിരി ഔലിയ കാർഡൊക്കെ ടീമാണ് ഫുള്ള്. ഈ ഔലിയാക്കൾ കണ്ട ഔലിയാക്കൾ തേരാപ്പാര തട്ടിമുട്ടി നടന്നിട്ടും ഔലിയാക്കളെ കൊണ്ട് ഇതിനൊന്നും കഴിയൂലട്ട. പട്ടു ഉസ്താദിന്റെ വീട്ടിലെ കളവ് പോയ മോഷണം മുതൽ തിരിച്ചു കൊടുക്കാൻ ഔലിയാക്കളെ കൊണ്ട് കഴിയൂല. കാന്തപുരം ഔലിയാണ്, കാന്തപുരം മഹാനായ ഔലിയാണ്. അതാ പകരയിലെ മറ്റേ ചങ്ങായി ഇടക്കിടക്ക് പറഞ്ഞതാണ് കാന്തപുരം ഔലിയാക്കളെ ഷൂറിലെ മെമ്പറാണ്, കാന്തപുരം ഔലിയാണ്. കാന്തപുരം ഉസ്താദ് അറിയാതെ അള്ളഞ്ഞ് ഇവിടെ ഒന്നും ചെയ്യൂല. മാത്രമല്ല കാന്തപുരം ഔലിയെന്ന് വേറെ മുല്ല പ്രസംഗിക്കണോട്ടോളി. ഔലിയാക്കന്മാർ പല രൂപത്തിലുണ്ടാവും. ചില ആളുകൾ നല്ല പ്രഭാഷണം നടത്തി നല്ല രൂപത്തിൽ നടക്കും. അവരെ സംബന്ധിച്ച് നമ്മൾ വിചാരിക്കും അത് വേദനല്ലേ? അല്ല, അദ്ദേഹം അങ്ങനത്തെ ആളുകൾ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരാണ്. സിയം മറ്റൊരു മർത്തബയിലായിരുന്നു. കോയം സിയാൽ വേറെ ഒന്ന്, ജനങ്ങളെയൊക്കെ നല്ല സൽ പാതാവിലേക്ക് ക്ഷണിച്ചുകൊണ്ട് അത് പറയുന്ന ആളാ. അങ്ങനെ ധാരാളം ആളുകളുണ്ട്. നമുക്കറിയാം ബഹുമാനപ്പെട്ട സുൽത്താൻ ഉലമ കാന്തപുരം ഉസ്താദ്, അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. ഉസ്താദിന് പല തരീഖത്തിന്റെ ഹിജാസത്തുണ്ട്. ഉസ്താദ് പല കാര്യങ്ങളും പറഞ്ഞാൽ അത് അപ്പടി പുലർന്ന ചരിത്രങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മാവൂലുള്ള ഒരാള്, അദ്ദേഹം ഇന്നുണ്ട്. അദ്ദേഹത്തിന്റെ മകള് വിവാഹപ്രായമെത്തിയ ഒരു മകളാ. ആ മകൾക്ക് പെട്ടെന്ന് വെള്ളപ്പാണ്ട് രോഗം പിടിപെട്ടു. ശരീരം മൊത്തം വെള്ളപ്പാണ്ട് രോഗമായി. എത്ര പ്രയാസങ്ങൾ ഉണ്ടാവും ആ കുട്ടിയുടെ രക്ഷിതാക്കൾക്ക്. നിങ്ങൾ ചിന്തിച്ചു നോക്ക്. വിവാഹപ്രായമെത്തിയ കുട്ടിയാ. ആ കുട്ടിക്കാണ് വെള്ളപ്പാണ്ട് രോഗം വന്നത്. പിന്നെ ആരോ കെട്ടിക്കൊണ്ടുപോകോ? അങ്ങനെ അദ്ദേഹം വളരെ വിഷമത്തോടുകൂടി ബഹുമാനപ്പെട്ട സുൽത്താൻ ഉലമ കാന്തപുരം ഉസ്താദിനെ സമീപിച്ചുകൊണ്ട് പറഞ്ഞു, എന്റെ മകൾക്ക് ഇങ്ങനെ രോഗം, എന്താപ്പ ചെയ്യാ? ഉസ്താദ് ആ മകളെ ഒന്ന് കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ മർക്കസിൽ ആ മകളെ കൊണ്ടുവന്നു. അങ്ങനെ ഉസ്താദ് കുറച്ച് വെള്ളമെടുത്ത് നന്നായി മന്ത്രിച്ച് ആ മകൾക്ക് കുടിക്കാൻ കൊടുക്കാൻ പറഞ്ഞു. മകൾക്ക് വെള്ളം കൊടുത്തു. അങ്ങനെ 2 ദിവസം കൂടി ഇത് ചെയ്യാൻ വേണ്ടി ഉസ്താദ് പറഞ്ഞു, മന്ത്രിച്ച വെള്ളം അവൾക്ക് കുടിക്കാൻ കൊടുക്കണം. ഇന്ന് ആ പ്രായം ചെന്ന ഒരാളാണ്. ഇന്ന് അദ്ദേഹത്തോട് ചോദിച്ചാൽ അറിയാം, മകൾക്ക് യാതൊരു രോഗവുമില്ല, മകളെ കല്യാണം കഴിച്ചു, യാതൊരു പ്രയാസവും. ബഹുമാനപ്പെട്ട AP ഉസ്താദ് മന്ത്രിച്ചു കൊടുത്തക. അപ്പൊ ഉസ്താദിന് നമ്മൾ വിചാരിക്കും ഉസ്താദ് അല്ല അങ്ങനെ കെടുക്കുന്ന ആളുകളോ അല്ലെങ്കിൽ പല രൂപത്തിലുള്ള ആളുകളോ മാത്രമേ ഔലിയാവുന്നുള്ളൂ. ഇങ്ങനത്തെ പല ഔലിയാക്കന്മാരും നമ്മുടെ നാട്ടിലുണ്ട്. നമ്മൾ അവരെ പറ്റി എത്ര മനസ്സിലാക്കുന്നില്ല, സത്യം. അപ്പൊ എന്താ പറഞ്ഞത്? ഔലിയാക്കാരനെ പല കോലത്തിലും പല രൂപത്തിലും പല ഭാവത്തിലും ഉണ്ടാവും. ഇങ്ങനെ തൊള്ളിയെ തോന്നി വിളിച്ചിറക്കണ ഔലിയാക്കളുണ്ടാവും, തെറിയും വിളിച്ചിറക്കണ ഔലിയാക്കളുണ്ടാവും, കള്ളു കുടിച്ചിറക്കണ ഔലിയാക്കളുണ്ടാവും, വ്യഭിചരിച്ചിറക്കണ ഔലിയാക്കളുണ്ടാവും. എന്നിട്ട് കള്ള് പാലാണെന്ന് പറയും, വ്യഭിചാരം അത് ആ പെണ്ണ് അങ്ങനെയാണ്, ആ പെണ്ണിന്റെ അസുഖം മാറാൻ വേണ്ടി ആ പെണ്ണിന്റെ ശരീരത്തിൽ കിടന്നാന്ന് പറയും. അങ്ങനെയൊക്കെ പറഞ്ഞ പല കോലത്തിലെ ഔലിയാക്കളുണ്ടാവും.
സ്വന്തം കെട്ടികളും കുട്ടികളും നോക്കാതെ തെണ്ടി തിരിഞ്ഞ് നടക്കുന്ന ഔലിയാക്കളുണ്ടാവും, ഉടുത്തത് കഴിച്ചിട്ട് നടക്കുന്ന ഔലിയാക്കളുണ്ടാവും, തൂറിയ ചന്താകെ നടക്കുന്ന ഔലിയാക്കളുണ്ടാവും, മൂത്രയിച്ച മനസ്സാ നടക്കുന്ന ഔലിയാക്കളുണ്ടാവും, നോമ്പ് നോക്കാതെ നടക്കുന്ന ഔലിയാക്കളുണ്ടാവും, നോമ്പ് കൊളാക്കുന്ന ഔലിയാക്കളുണ്ടാവും. അങ്ങനെ പല ഔലിയാക്കളുണ്ടല്ലോ. അതൊക്കെ കൂടിയ സാധനമാണ് ഈ മടവൂര് എന്ന സാധനം കേട്ടോ. പിന്നെ ചില ഔലിയാക്കൾ ഇങ്ങനെ സംഘടനാ രംഗത്തുള്ള വലിയ വലിയ ഔലിയാക്കളുണ്ടാവും. അതിൽപ്പെട്ട ഔലിയാണ് കാന്തപുരം. എന്നിട്ട് കാന്തപുരത്തിന്റെ കറാമത്താണ് വിളമ്പിയത്. ഈ കറാമത്തൊക്കെ ഉള്ള കാന്തപുരം ഉണ്ടല്ലോ, കുറുന്തോട്ടിക്ക് വാദം പിടിച്ചു. അപ്പൊ പോയി കോഴിക്കോട് മൈത്രയിലേക്ക് പോയി കൊടുന്നു. 1.5 മാസം അങ്ങണ്ടോ അറിയാതെ വിദേശത്തുള്ള ഡോക്ടർമാരോട് ടെലികോൺഫറൻസ് ഒക്കെ നടത്തിയിട്ടാണ് ഈ ഔലിയനെ ചികിത്സിച്ചത്. ഇരിക്കട്ടെ, അപ്പൊ ഇക്കണ്ട ഔലിയാക്കളൊക്കെ ഉണ്ടായിട്ടും എന്താടോ ഇതൊന്നും തടയങ്ങളെ കൊണ്ട് കഴിയൂലേ, ഈ മോഷണ തടയങ്ങളെ കൊണ്ട് കഴിയൂലേ, അവനാന്റെ രോഗം മാറ്റാൻ കഴിയൂലേ എന്നൊക്കെ ചോദിക്കുമ്പോ ഇവര് സ്ഥിരം ചോദിക്കുന്ന ഒരു മറുപടി ഉണ്ട്. എന്താണ്? ഒരു കുഫ്രിയത്തിന്റെ മറുപടി. എന്തേ, നിങ്ങൾ വലിയ അള്ളാന്റെ ആൾക്കാരല്ലേ, നിങ്ങൾ അള്ളാഹ്ക്ക് ഇതൊന്നും കഴിയൂലേ? ഏർവാടിയിൽ തീപിടുത്തുണ്ടായപ്പോ ഇബ്രാഹിം ബാദുഷക്ക് രക്ഷിക്കാൻ കഴിഞ്ഞില്ലേ? അജ്മീറിൽ തീപിടുത്തുണ്ടായപ്പോ കാജാ മുഈനുദ്ദീന് തടയാൻ കഴിഞ്ഞില്ലേ? ചോദിക്കുമ്പോ ഇവർ ചോദിക്കുന്ന ചോദ്യമാണ്, കഅബത്തുങ്ങ തീപിടുത്തുണ്ടായില്ലേ, മിനായിൽ തീപിടുത്തുണ്ടായില്ലേ, അള്ളാഹ്ക്ക് കഴിഞ്ഞില്ലേ? ആര്? ലോക്കൽ ഏയാങ്കൂലി മല്ലമാരല്ല, സാക്ഷാൽ ഔലിയാക്കളെ സൂറയിലെ മെമ്പറായ ഈ സാക്ഷാൽ കാന്തപുരം അബൂബക്കർ മല്ലാക്ക് എന്നെ ചോദിച്ചിട്ടുണ്ട്. കേട്ടോളി. ഓ, അജ്മീറിൽ എല്ലാവരും ചെല്ലുന്ന വലിയൊരു സ്ഥലം, എന്നിട്ട് അവിടെ സ്ഫോടനം ഉണ്ടായപ്പോ അത് നോക്കാൻ അജ്മീറിലെ ഖാജനെ കൊണ്ട് കഴിഞ്ഞില്ലാണ്. എന്നാൽ കഅബോ അള്ളാഹുവിന്റെ വീടല്ലേ, ആ കഅബത്തിൽ കുറെ ആളുകൾ കൊണ്ടൊന്ന് സ്ഫോടനം നടത്തിയല്ലോ, അത് നോക്കാൻ അള്ളാഹെ കൊണ്ട് കഴിഞ്ഞില്ലേ? എന്താണ് വിട്ടിത്തം? സഹോദരങ്ങളെ, ഞാൻ വെറുതെ പറഞ്ഞതല്ല. കുഫ്രിയത്തിന്റെ വിശ്വാസത്തിന്റെ ഹെഡാണ് ഇയാള്. കേരളത്തിൽ ഹെഡ് ഇയാളാണ്. എന്താ ഈ ചങ്ങായി പൊലമ്പേ കുഫ്രിയത്ത്? അജ്മീർ സ്ഫോടനം ഉണ്ടായപ്പോ അത് തടയാൻ അജ്മീർ ഖാജക്ക് കഴിഞ്ഞില്ലേ എന്നുള്ള ചോദ്യത്തിന് മറുപടിയാ, കഅബയില് ദുരന്തം ഉണ്ടായില്ലേ, മിനായില് ദുരന്തം ഉണ്ടായപ്പോ അത് തടയാൻ അള്ളാഹ്ക്ക് കഴിഞ്ഞില്ലേ? എടോ മൊല്ലാക്ക, അള്ളാഹിനെ പോലെയാണ് അള്ളാഹിന്റെ സൃഷ്ടികൾ തന്നെ. അള്ളാഹിന്റെ സൃഷ്ടികൾ ഒരുപോലെ താരതമ്യം ചെയ്യേ. നിങ്ങളൊക്കെ ഏത് കിതാബാണ് നിങ്ങൾ വായിച്ചിട്ടുള്ളത്? ഇസ്ലാമിന്റെ ബാലപാഠം അറിയാം ചങ്ങായിക്ക്? ഇയാൾ നട്ടു വളർത്തിയ ഈ സഖാഫി കുട്ടികൾ ഇതിലും വലിയ കുഫ്രിയത്ത് വളമ്പിയില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ? അല്ല, സൃഷ്ടികൾ ഒരുപോലെ. അള്ളാന്റെ ഇഷ്ടമാണ്. അള്ള ഒരു കാര്യത്തിൽ ഇടപെടണോ വേണ്ടേ, അള്ള ചെയ്യണോ ചെയ്യണ്ടേ, അള്ള പ്രതികരിക്കണോ വേണ്ടേ, അത് അള്ളാന്റെ ഇഷ്ടമാണ്. അത് എന്താ അള്ള അത് ചെയ്യാനും ചോദിക്കാൻ പാടില്ല. ഇസ്ലാം എന്നാണ് പുറത്തു പോകും. എന്താ അള്ള ചെയ്തു ചോദിക്കാൻ പാടില്ല. അള്ളാഹ്ക്ക് ചെയ്യാം ചെയ്യാതിരിക്കാം, അത് അള്ളാന്റെ ഇറാദത്ത്. അതിൽ കൈകടത്ത തയ്യാറെടോ, മനസ്സിലായോ? അതുപോലെയാണ് കാന്തപുരം അബൂബക്കർ മൊയ്ലാര്, അതുപോലെയാണ് അജ്മീർ ഖാജ, അതുപോലെയാണ് മടവൂര്. ഒരു സൃഷ്ടി, ആ സൃഷ്ടിയുടെ കഴിവിൽപ്പെട്ട കാര്യങ്ങൾ ചെയ്യല് നിർബന്ധപരമായ കാര്യങ്ങളുണ്ട്. നമ്മളെ കണ്ണു മുമ്പിൽ ഒരു അപകടം നടക്കുകയാണെങ്കിൽ, ഒരു അധർമ്മം നടക്കുകയാണെങ്കിൽ തടയാൻ കഴിയുമെങ്കിൽ തടയൽ നിർബന്ധമാണ്. നീ സാക്ഷാൽ കാന്തപുരം മല്ലാക്കണ്ടല്ലേ ഇച്ചങ്ങായി, ഇയാൾ വലിയ നല്ല വല്ല വിശ്വാസം. വല്ല കാര്യം തോറും മർക്കസിൽ ഒരു അപകടം ഉണ്ടാകുന്ന ഇയാൾക്ക് മുൻകൂട്ടി അറിവ് കിട്ടുകയാണ്. ഇയാൾ തടഞ്ഞില്ല, ഇയാളങ്ങനെ കാൽമകാലും കയറ്റിച്ചിട്ട് ഇങ്ങനെ മുക്കറട്ട് സുജായി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ അപകടം ഉണ്ടായി, കുറെ ആൾക്കാർ മരിച്ചു. എന്നിട്ട് ഇയാളോട് ചോദിക്കണേ, നിങ്ങൾക്ക് തടയാൻ കഴിഞ്ഞിട്ട് എന്തേ തടയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാല് അത് അള്ളാഹ്ക്കും തടയാൻ കഴിയൂലേ? അള്ളാഹ് മീനായിൽ അപകടം ഉണ്ടായപ്പോ, കഅബത്തിങ്ങ സ്ഫോടനം ഉണ്ടായപ്പോ അള്ളാഹ് രക്ഷിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇയാളെ വിടുങ്ങള്, ഇയാളെ പ്രായം പദവി നോക്കാതെ പോരാടിച്ചു പൊളിക്കൂലേ? അപ്പൊ സൃഷ്ടികളെ പോലെയാണ് അള്ളാഹു. ഇവിടെ പരിശുദ്ധ ഖുർആനിൽ അള്ളാഹ് എന്താ പറഞ്ഞ? അള്ളാഹിനെ കുറിച്ച് ലാ യുസ്അലു അമ്മാ യഫ്അലു വഹും യുസ്അലൂൻ. അള്ളാഹിനെ കുറിച്ച് ചോദ്യം ചെയ്യാൻ പാടില്ല. അള്ളാഹ് എന്തിനെ ചെയ്തു, അള്ളാഹ് എന്താ ചെയ്തില്ലേ, അള്ളാഹ് എന്താ ചെയ്തിരുന്നു ചോദിക്കാൻ പാടില്ല. സൃഷ്ടികളെ കുറിച്ച് നമ്മൾ ചോദിക്കും. ഒരു കണ്ണുപൊട്ടം പൊട്ടക്കിണറ്റിലിങ്ങനെ ചാടുമ്പോ ഒരു മൊല്ലാക്ക് ഇങ്ങനെ കണ്ട് രസിച്ച് നിൽക്കുകയാണ്. എന്നിട്ട് ചിന്ത തടയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അള്ളാഹ്ക്കും കഴിയൂലേ? എന്താ അള്ളാഹ് തടയിരുന്നു? അതുപോലെയാണ് ഞാൻ എന്ന് പറഞ്ഞാൽ അടിച്ചിട്ട് അവന്റെ 32 പല്ലുകൾ കൊയിച്ചടിച്ചൂലേ? അപ്പൊ നിങ്ങൾക്ക് ഈ ആദർശം പറയോ? അപ്പൊ സഹോദരങ്ങളെ, ഈ വക വികല വിശ്വാസങ്ങളും കുഫ്രിയത്തുമാണ് ഈ കാന്തപുരം അടക്കമുള്ള ആളുകൾ ഈ കേരളത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവിടെ ഈ സഖാഫിമാരും വല്ലമാരും വഴിതെറ്റി പോകുന്നതിൽ വല്ല അത്ഭുതം ഉണ്ടോ? ഇവരെന്താ കാലാകാലായിട്ട് ഇവിടുത്തെ ജനങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത്? ഔലിയാക്കന്മാർ എല്ലാം കാണും, എല്ലാം അറിയും, കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാൺമാൻ ഞാൻ നിങ്ങളെ കൽഭകമെന്നോവർ എന്ന 2 വരിന്റെ ആ 2 വരി ബൈത്തിന്റെ മുകളിലാണ്, ആ മൊയ്തീമാലന്റെ മുകളിലാണ് ഇവന്മാര് സമസ്തനെ രൂപീകരിച്ചിട്ടുള്ളതും കെട്ടിപ്പടുത്തിട്ടുള്ളതും പ്രവർത്തിച്ചിട്ടുള്ളതും വളർത്തിയിട്ടുള്ളതും അല്ലേ? ഔലിയാക്കളോട് എല്ലാം ചോദിച്ചാൽ മറുപടി കിട്ടും. കാരണം എന്താ? ഔലിയാക്കൾ എല്ലാ കാര്യങ്ങളും അറിയും, എല്ലാം അറിഞ്ഞ കാര്യങ്ങളും അറിയും. അവർക്ക് ഏത് മുക്കിലും മൂലയിലും ഏത് കൂരാക്കൂരിട്ടിലും നടക്കുന്ന കാര്യങ്ങൾ ഔലിയാക്കൾ അപ്പപ്പ അറിയുന്നതാണ്. ഇവരെ സമസ്തയുടെ വിശ്വാസത്തിന്റെ ആണിക്കല്ലും അടിത്തറയും ഇവനെ സമസ്ത കെട്ടിപ്പടുത്തിട്ടുള്ളത്. മനസ്സിലായോ? എന്നാൽ എന്താ പരിശുദ്ധ ഇസ്ലാമിന്റെ വിശ്വാസം? ഔലിയാക്കൾ അല്ലാത്ത ആൾക്കാർക്ക് അള്ളാഹ് അറിയും പോലെ എല്ലാ കാര്യങ്ങളും അറിയുന്ന അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും ഉത്തമരാരാ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം.
ആ റസൂലിന്റെ കൂടെ ജീവിച്ച സ്വഹാബത്താണ് ഈ ഉമ്മത്തിലെ ഏറ്റവും വലിയ ഔലിയാക്കള്. ആ ഔലിയാക്കള്, ആ റസൂലായ വലിയന്റെ നേതാവ്, നബിമാരുടെ നേതാവ്, ആ റസൂലിന്റെ കൂടെ ജീവിച്ച സ്വഹാബത്ത് മറഞ്ഞ കാര്യങ്ങൾ അറിയാത്തതിന്റെ പേരിൽ കഷ്ടപ്പെട്ടിട്ടില്ലേ? ഇല്ലേ? ഇവരെന്നെ പറയട്ടെ, കേട്ടോളി. അപ്പൊ ആ യാത്രാവേളയിൽ ആയിഷാബിയുടെ മാല നഷ്ടപ്പെട്ടു പോയി. മാല കാണുന്നില്ല. യാത്ര തുടരാൻ നേരത്ത് ബീവി പറഞ്ഞു, നബിയെ റസൂലെ, എൻ്റെ മാല കാണുന്നില്ലല്ലോ. അള്ളാൻ റസൂല് പറഞ്ഞ്, ഒരുപാട് ആളുകളൊക്കെ അല്ലേ ആയിഷ, യുദ്ധം കഴിഞ്ഞൊക്കെ വരില്ലേ, ക്ഷീണുണ്ട്. സ്വഹാബത്ത് പറയേണ്ട ആ താമസിച്ച സ്ഥലത്താണെങ്കിലോ വലൈസ ഹുനാക്ക മാ, അവിടെ വെള്ളമില്ലാന്ന്. വെള്ളം അവിടെ കിട്ടാനില്ലെന്ന ഞങ്ങളെ പക്കൽ ശേഖരിച്ച വെള്ളമില്ല. അപ്പോൾ ആ ഒരു വല്ലാത്ത പ്രയാസമാണ്. അപ്പോൾ അവിടെ നിന്ന് പെട്ടെന്ന് പോകാനുള്ള ഒരുക്കാണ്. അപ്പോഴാണ് ബീവി പറഞ്ഞത് മാല കാണുന്നില്ല. ആയിഷ ബീവി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം, അന്ന് ചെറിയ പ്രായമാണ്. റസൂലുള്ളാഹിന്റെ ഭാര്യയാണെങ്കിലും ആ പ്രായത്തിൻ്റെതായ ചില അവസ്ഥകളും വിശേഷങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ആയിഷ ബീവി പറഞ്ഞു, മാല കിട്ടാതെ പോകാൻ പറ്റൂല, ഞാൻ ജ്യേഷ്ഠത്തി അസ്മാൻ്റെ നിന്ന് വാങ്ങിയ മാലയാണത്, അതില്ലാതെ ചെന്നപ്പോൾ അവളെ അവസ്ഥ എന്താവും? ഇങ്ങനെ പറഞ്ഞപ്പോൾ റസൂലുള്ള പറഞ്ഞു, എന്നാ പിന്നെ ആയിഷന്റെ മാല നോക്കിയിട്ട് കിട്ടിയിട്ട് പോകാം. അള്ളാൻ റസൂൽ എന്താ ചെയ്ത് നോക്കണം. സ്വഹാബാക്കളോട് പറഞ്ഞു, ആയിഷന്റെ മാല പരിസരത്തൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കൂ. ചരിത്രത്തിൽ വല്ലാത്ത ഇടം പിടിച്ച ഓരോ സംഭവം. ആരെ റസൂലുള്ള ഏൽപ്പിക്കണത്? റസൂലുള്ളാഹിന്റെ ഓരോ നീക്കുപോക്ക്. സ്വഹാബാക്കൾ മാല പരിശോധിച്ച് സിദ്ദീഖ് തങ്ങൾ വന്നിട്ട് ആയിഷ ബീവിയോട് പറയണ്ടേ, ആയിഷ ബാപ്പയാണല്ലോ, എത്ര മനുഷ്യന്മാരാണ് എൻ്റെ ഈ മാലിൻ തപ്പി ഇവിടെ ഇറങ്ങാറാണ്, വല്ലാത്തൊരു സ്വീപ്പനാണല്ലോ ഇജ്ജ് ഉണ്ടാക്കുന്നത്, വാപ്പയാണല്ലോ. ആയിഷ ബീവി പറയുന്നുണ്ട്, വാപ്പാക്കിനോട് ദേഷ്യം വന്ന് എന്നെ വന്നിട്ട് പിന്നിൽ ഇടിക്കുന്നുണ്ട്, ആയിഷ എന്താണ് ഈ കാട്ടിക്കൂട്ടുന്നത്? സഹോദരങ്ങളെ, ഈ ഒരൊറ്റ ചരിത്ര സംഭവം മതി സമസ്ത എന്ന പിന്തിരിപ്പൻ പ്രസ്ഥാനത്തിന്റെ ആദർശത്തിന്റെ അടിവേരിറക്കാൻ. സമസ്ത കേരളത്തിന് ഇനി ആവശ്യമില്ല, പിരിച്ചുവിട്ടാളി എന്ന് പറയാൻ ഈ ചരിത്രമാണ് തെളിവ്. എന്താ പറഞ്ഞത്? റസൂലും സ്വഹാബത്തും നമ്മുടെ ഉമ്മ ആയിഷ ബീവി എല്ലാവരും യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരികയാണ്. അപ്പൊ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, മാല കാണാനില്ല. ആരാടോ ഈ പറയുന്നത്? ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, നമ്മുടെ ഉമ്മ മഹദി ആയിഷ റളിയല്ലാഹു അൻഹ, വലിയത്തുകളുടെ നേതാവ് ആയിഷമ്മ പറയണം മാല കാണാനില്ല. എന്താ ആയിഷമ്മക്ക് ആ മാല എവിടെയെന്ന്? വലിയത്തുകളുടെ നേതാവായ ആയിഷമ്മക്ക് മറിഞ്ഞ കാര്യം അറിയില്ല? നിങ്ങളെ വിശ്വാസപ്രകാരം മാല കാണാനില്ല എന്ന് പരാതി പറയാൻ കാണാം. ഇന്ന സ്ഥലത്തിന്റെ മാല ഉണ്ട്, പോയി എടുത്തൂടെ? അത് കഴിഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത മറുപടി എന്താ? ആയിഷ യുദ്ധം കഴിഞ്ഞ് വരികയാണ്, എത്രയോ ആളുകൾ ക്ഷീണിച്ച് ഇടങ്ങാറായി വരികയാണ്, ഇപ്പോഴാണ് എൻ്റെ മാലന്റെ കാര്യം പറിച്ചിരുന്ന റസൂലുള്ള ചോദിച്ചത്. അങ്ങനെയാണോ മറഞ്ഞ കാര്യങ്ങൾ എല്ലാം അറിയുന്ന ഒരാൾ പറഞ്ഞ മറുപടിയാണത്? ആ എടുത്തു കൊടുത്താൽ പോരെ മാല? നിർവം പറയാ, റസൂലുള്ള എന്താ ചെയ്തത് നോക്കണം. എന്താ നോക്കേണ്ടത്? റസൂലുള്ള നിങ്ങളെ വാദപ്രകാരം എല്ലാ മറഞ്ഞ കാര്യങ്ങളും സെക്കൻഡ് അറിയുന്ന ആളാണെങ്കിൽ ഇന്ന സ്ഥലത്ത് മാലുണ്ട്, അത് എടുത്തോണ്ടിരുന്ന് പറയണ്ടേ? അതിന് പകരം റസൂലുള്ള എന്താ ചെയ്തത്? സ്വഹാബത്തിനോട് പറഞ്ഞു മാല തപ്പി എന്ന് പറഞ്ഞു. സ്വഹാബത്താരാ? ഒക്കെ ഔലിയാക്കള്. ഔലിയാക്കളെ നേതാവാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലുള്ളാഹിന്റെ പത്നി നമ്മുടെ ഉമ്മ ആയിഷ ബീവി വലിയത്താണ്. ആ കൂടെ ജീവിച്ച സ്വഹാബത്തൊക്കെ ഔലിയാക്കളാണ്. ഓല് മാല തപ്പിയെടുക്കാണ്, മറഞ്ഞ കാര്യം ഓൽക്കും അറിയില്ല. എന്നിട്ടോ ആയിഷ ഉമ്മയുടെ പിതാവ് ശാസിക്കണ ആയിഷമ്മൻ എന്താണ്? ആയിഷ, എത്ര മനുഷ്യന്മാരെ കാരണം ഇടങ്ങാറാകണത്, വല്ലാത്തൊരു ചുയിപ്പാളജ് ഉണ്ടാക്കിയത് ഒരു മാലന്റെ പേര് പറഞ്ഞിട്ട്. അപ്പൊ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അറിയില്ല എവിടെ മാല ഉള്ളത് എന്നുള്ളത്. ആയിഷ ബീവിനെ ശകാരിക്കാണ് മകളി എന്ന നിലക്ക്. മനസ്സിലായോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ശകാരിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഇന്ന സ്ഥലത്തുണ്ട് മാലാന്ന് പറഞ്ഞാൽ പോരെ? അപ്പൊ ഇവർക്ക് ആർക്കും മറിഞ്ഞ കാര്യം അറിയില്ല. ആർക്ക്? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സൃഷ്ടികളിൽ ഏറ്റവും ഉത്തമർ, അമ്പിയാക്കളുടെ നേതാവ്, ഔലിയാക്കളുടെ നേതാവ്, മറിഞ്ഞ കാര്യം അറിയില്ല. റസൂലുള്ളാഹിന്റെ പ്രിയപത്നി നമ്മുടെ ഉമ്മ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ, വലിയത്തുകളുടെ നേതാവ്, മറിഞ്ഞ കാര്യം അറിയില്ല. റസൂലുള്ളാഹിന്റെ കൂടെ ജീവിച്ച സ്വഹാബത്ത്, ഈ ഉമ്മത്തിലെ ഏറ്റവും വലിയ ഔലിയാക്കള്, മറിഞ്ഞ കാര്യം അറിയില്ല. ഈ ഉമ്മത്തിലെ ഔലിയാക്കളുടെ നേതാവ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, മറിഞ്ഞ കാര്യം അറിയില്ല. എന്നിട്ടോ ഇവിടുത്തെ സമസ്തന്റെ ലൊട്ടിലൊടുക്ക് എല്ലാ ഔലിയാക്കൊക്കെ എല്ലാ മറിഞ്ഞ കാര്യം അറിയാ. മടവൂരിന് ഇതൊക്കെ അറിയാം, എല്ലാ മറിഞ്ഞ കാര്യങ്ങളും അറിയാം. മടവൂർ അറിയാതെ എല്ലാം അനങ്ങൂല. ആ മടവൂരിന്റെ ഭണ്ഡാരപ്പെട്ടിയിലെ പൈസ കളവായിട്ട് മടവൂരിനെ കണ്ടുപിടിക്കാനും കഴിഞ്ഞില്ല. എടോ പിരിച്ചു വിടടോ, നിങ്ങളെ സമസ്ത അടിച്ചു പൊളിക്കടോ. നിങ്ങളെ ജാരങ്ങൾ നിങ്ങൾ തന്നെ പൊളിക്കും. ഇവിടെ നിയമം അനുവദിക്കാത്തോണ്ടാ. നിങ്ങൾ തന്നെ പൊളിച്ചാൽ ഉണ്ടാക്കിയ ആൾക്കാരനെ പൊളിക്കരുത്. ആ ജാരങ്ങള് അതൊന്നും കേരളത്തിൽ ആവശ്യമില്ല. ഈ വേസ്റ്റ് സാധനങ്ങള്, മുസ്ലിമിന്റെ ഈമാൻ തകർക്കാനുള്ള ശവകുടീരങ്ങള്, വൃത്തികെട്ട കൂടാരങ്ങളാണ് നിങ്ങളെ ഓരോ ജാരങ്ങളും. അപ്പൊ ഈ മുസ്ലിമിന്റെ ജീവിതത്തിനെ കുറിച്ചും പരലോകത്തിനെ കുറിച്ചും കുറച്ചെങ്കിലും അങ്കലാപ്പും ആവലാതി ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ പൊളിക്കൂടാ ചാരം. കെട്ടിപ്പൊക്കി ആൾക്കാരനെ പൊളിക്ക്. അങ്ങനെയെങ്കിലും ഈ ഉമ്മത്തിനൊന്ന് കൂറ് കാണിക്ക്, നന്ദി കാണിക്ക്.
കാരണം മരണമെന്നൊരു പ്രതിഭാസമുണ്ട്, പരലോകമെന്നൊരു ലോകമുണ്ട്, സ്വർഗമെന്നൊരു സംഗതിയുണ്ട്, നരകമെന്നൊരു സംഗതിയുണ്ട്. അതിനൊക്കെ ഫേസ് ചെയ്യാനുള്ള ആൾക്കാരാണ് മനുഷ്യന്മാർ. മനസ്സിലായോ? നിങ്ങൾ കാലാകാലം ഇപ്പോൾ ജീവിക്കണമാതിരി ഈ സമുദായത്തിനെ പറ്റിച്ചിട്ട് ബെൻസിലും BMW കിടന്ന് കറങ്ങാൻ നിങ്ങൾ വിചാരിക്കണ്ട. കുറച്ചെങ്കിലും ഈമാന്റെ തരിണ്ടെങ്കിൽ നിങ്ങൾ ഈ സമുദായത്തിനെ വഞ്ചിക്കൽ നിർത്തണം. മനസ്സിലായോ? സമുദായമേ, ഇതാണ് സമസ്തയുടെ വിശ്വാസം. നിങ്ങൾ പറഞ്ഞ് പറ്റിക്കുകയാണ് ഇവര്. ഔലിയാക്കൊക്കെ മറഞ്ഞ കാര്യം അറിയും. ഔലിയാക്കോട് പോയി പരാതി പറഞ്ഞോളി. നിങ്ങൾ എന്തെങ്കിലും സാധനം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, സമ്പത്ത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, സ്വർണ്ണാഭരണം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ജാർത്തങ്ങ പൈക്കോളി എന്ന് പറഞ്ഞ ഈ സമുദായം ഉണ്ടല്ലോ, ഈ പുരോഹിതന്മാര്, ആ പുരോഹിതന്മാരെ ആട്ടി ഓടിക്കണം നിങ്ങൾ. കാരണം നിങ്ങൾ സ്വർണം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, പൈസ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒക്കെ കാണിക്ക കൊണ്ടേയിടുന്ന സ്ഥലമാണ് ഈ മടവൂരിൻ്റെ അടുക്കള ജാറം. ആ ജാറത്തിന്റെ ഭണ്ഡാരപ്പറ്റിയാണ് ഈ മോഷ്ടിച്ചു പോയത്. എന്നിട്ട് CCTV വേണ്ടിയൊന്നു, പോലീസ് വേണ്ടിയൊന്നു കള്ളന്മാരെ കണ്ടുപിടിക്കാൻ. ഇതിലും വലിയൊരു തെളിവ് നിങ്ങളുടെ വിശ്വാസം വെറും വികൃത വിശ്വാസമാണ് എന്ന് മനസ്സിലാക്കാൻ ഇതിലും വലിയ തെളിവ് നിങ്ങൾക്ക് എന്താണ് ഈ വേണ്ടത്? നിങ്ങൾ പറയാലോ ഖുർആൻ ഹദീസും ഞമ്മക്ക് തിരിയില്ല, പണ്ഡിതന്മാർക്ക് തിരിയുള്ളൂ. ഇത് നിങ്ങൾക്ക് തിരിയില്ലേ? ഈ കൺമുമ്പിൽ നടക്കുന്ന യാഥാർത്ഥ്യം നിങ്ങൾക്ക് തിരിയില്ലേ? ഇനി തിരിഞ്ഞില്ലെങ്കിൽ നിങ്ങളെ തലച്ചോറ് നിങ്ങൾ ഈ പുരോഹിതന്മാരുടെ കാലിൻ്റെ പണയം വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ പരലോകമാണ് നഷ്ടപ്പെടാനുള്ളത്. നിങ്ങൾ മനസ്സിലാക്കണം. ഈ സമസ്തയുടെ വികല വിശ്വാസത്തിനെ കുറിച്ച് നിങ്ങൾ പുനർവിചിന്തനം നടത്തണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.